ചേട്ടാ എത്രയായി? 30 രൂപ. ഒരു അരപ്പായിട്ട് സിഗരറ്റ് എടുക്ക്. എന്തോ അരപ്പായിട്ട് സിഗരറ്റ് എടുക്കാൻ. പഴയ ബാക്കിയെല്ലാം സെറ്റിൽ ചെയ്യാതെ നിനക്ക് ഒരു സിഗരറ്റും തരാൻ പാടില്ലെന്നാ ചേട്ടൻ ഓ, പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ സിഗരറ്റ് തരാതിരുന്ന പഴയ ബാക്കി ഞാൻ സെറ്റിൽ ചെയ്യും അല്ലേ? ഇഡിയറ്റ്സ് ഓഫ് ഇന്ത്യ. ഇപ്പൊ ഇന്ത്യ എന്തിനെതിരെ വലിച്ചഴിക്കുന്നത്? ദേശഭക്തി. രാവിലെ തന്നെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാതെ സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് സ്വയം സമാധാനിപ്പിച്ചിട്ട് സ്ഥലം വിടാൻ നോക്ക്. ഈ സിഗരറ്റ് ബാക്കിയൊക്കെ സിബിലിട്ട് ആളെ കൊടുക്കലടാ. ഒന്ന് മാറ്. സോറി മാഷേ. ചെങ്കത്തിൽ എവിടെ പോയാലും തനിക്ക് ആരും സിഗരറ്റ് തരില്ല. തങ്കക്കാശ് കോഴിമുട്ട കുട്ടിപ്പയ്യൻ വലയിൽ വീണേ വലയിൽ വീണേ വലയിൽ വീണേ സിഗരറ്റ് വലിക്കുകയാണല്ലേ? കുട്ടിപ്പയ്യൻ വലയിൽ വീണേ കോഴിമുട്ട വലയിലായ വഴിയെല്ലാം തകരാറ് തകരാറ് നിൻ വഴി നീളേ. കണക്ക് മാഷ് വരുന്നുണ്ട്. എടാ ഇത് സി സ്ക്വയർ ആടാ. അല്ലടാ ഇത് എ സ്ക്വയറാ, എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലടാ സി സ്ക്വയറാ. എന്താടാ ബുദ്ധനിരുന്ന് പുസ്തകം വായിക്കുന്ന പോലെ വായിച്ചോണ്ടിരിക്കുന്നത്? സബ്ജക്റ്റിലെ ഒരു ചെറിയ ഡൗട്ടാ സാറേ, അതാ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ ഓ, സബ്ജക്റ്റിലെ ഡൗട്ട് അത് ഡിസ്കസ് ചെയ്ത് പഠിക്കാൻ മാത്രം നീയൊക്കെ വലുതായല്ലേ? അല്ല, എന്തോ സ്മെല്ല് വരുന്നുണ്ടല്ലോ. അതേടാ എന്തോ സ്മെല്ല് വരുന്നുണ്ട്. സിഗരറ്റിന്റെ സ്മെല്ലാടാ. കിങ്സിന്റെ സ്മെല്ല സാറേ. ഓ, പുകമണത്ത് ബ്രാൻഡ് പറയാൻ മാത്രം നീ വലിയ സ്മോക്കിംഗ് ആണല്ലേ? എന്റെ സാറേ, ഏതോ ഒരു തെണ്ടി താഴ്ന്ന് പുക വലിച്ചിട്ട് ആകാശത്ത് വിട്ടോണ്ടിരിക്കുക. എന്തൊരു ഞാൻ പുക. വരുമ്പോഴേ നിങ്ങൾ സിഗരറ്റ് വലിച്ചോണ്ടിരിക്കുന്നത് കണ്ടതാ. നീ എന്താ റോക്കറ്റ് വിട്ടാൻ പോലെ മേലെ നോക്കുന്നേ? സാറേ 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 അതിൽ ഒരു സിഗരറ്റ് മാത്രമേ ഉള്ളൂ സാറേ. അതിന് വേണമെങ്കിൽ ഷെയർ ചെയ്ത് അടിക്കാം സാറേ. നമുക്ക് എല്ലാവർക്കും കൂടി ഈ രണ്ട് പപ്പ് വെച്ച് എടുക്കാം സാറേ. അതെ അതെ. അത് കൊള്ളാലോ. അപ്പൊ ഒരു ഡീല്. പറഞ്ഞു സാറേ. നിങ്ങൾ എപ്പോ സിഗരറ്റ് വലിച്ചാലും എന്നെയും കൂട്ടണം. ഓക്കെയാണ് സാറേ. എടാ സാറിന് ലൈറ്റർ കൊടുക്ക്. പുക വിടുന്ന സ്റ്റൈൽ ഉണ്ടല്ലേടാ. ഈ 2 വിരലിൽ ഒതുങ്ങുന്ന ഈ ചെറിയൊരു സിഗരറ്റിന് ലോകം മൊത്തം എന്തിനാ അടിമയായിരിക്കുന്ന എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? സാറേ 2 വിരലിൽ ഒതുങ്ങിയാലാണ് സിഗരറ്റ്, അല്ലെങ്കിൽ അത് ടോർച്ച് ലൈറ്റാ. ഒന്ന് പോടാ. ഞാൻ വീട്ടിൽ പോയാലേ സ്മെല്ല് വരാതിരിക്കണം, അതിനെ കുറിച്ച് സാറേ എപ്പോഴും ആലോചിക്കാറ്. അതൊന്നല്ല, ഈ പുക ഇങ്ങനെ അകത്തേക്ക് വലിച്ചിട്ട് ഊന്ന് ഊതി തള്ളുമ്പോ ജീവിതത്തിലെ ഏത് പ്രശ്നവും ഊതി തള്ളാനുള്ള ഉത്സാഹം കിട്ടുകടാ. എടാ എടാ കുരുത്തം കെട്ട പന്ന കഴുതേ, വിവരമില്ല നിനക്ക്? പഠിക്കുന്ന പിള്ളേരുടെ കൂടെ ചേർന്ന് സിഗരറ്റ് വലിക്കുന്നോ? നീ താഴെ പോ, ചെന്ന് എന്റെ റൂമിൽ വെയിറ്റ് ചെയ്യേ. റാസ്കൽ. ഡാടാ, നിങ്ങളൊക്കെ +2 ഫെയിൽ ആയിട്ട് ഇവിടെ വന്നതല്ലേ? അതെ സാർ. റാസ്കൽസ്. നിങ്ങളൊക്കെ എന്തുമാത്രം വിശ്വസിച്ചാ പാരന്റ്സ് ഇങ്ങോട്ട് വിടുന്നത്? നിങ്ങൾ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് സിഗരറ്റ് മരിച്ച് നടക്കണല്ലേ? സാർ ഞങ്ങളൊക്കെ മാനവ മര്യാദയുള്ള കുടുംബത്തിൽ നിന്ന് വന്നതാണ് സാറേ. എടാ എടാ, നീ മറ്റേ ആ ബാർ നടത്തുന്ന പനീർ സെൽവത്തിന്റെ മകനല്ലേ? അതെ സാർ. എടാ, ട്യൂഷൻ ഫീസിന് GST ചോദിച്ചെന്ന് പറഞ്ഞ് പണം വാങ്ങിയായിരുന്നു. ഇല്ലല്ലോ സാറേ. എടാ, ട്യൂഷൻ ഫീസ് 1200 രൂപ, GST 18% ചേർത്ത് 1416 വാങ്ങിച്ചെന്ന് പറഞ്ഞ അയാൾ ഗവൺമെന്റിന് ചീത്ത പറഞ്ഞോണ്ടിരിക്കുക. അല്ല സാറേ, കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ പോലും നിനക്ക് കൂട്ടാൻ അറിയില്ല. എന്നിട്ട് എങ്ങനെ 18% GST കറക്റ്റായി കാൽക്കുലേറ്റ് ചെയ്തത്? വീട്ടിൽ കള്ളം പറഞ്ഞ് പൈസ വാങ്ങി ഇവിടെ പോയിച്ചോണ്ട് നടക്കുക. സാറേ ഞങ്ങളൊന്നുമല്ല സിഗരറ്റ് വലിച്ചത്. ദേ അയാളാണ് ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം ഫൂന്ന് ഊതിത്തള്ളാൻ ഈ സിഗരറ്റ് വെച്ച് ട്രെയിനിങ് എടുക്കാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓ, അദ്ദേഹം ഇപ്പൊ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ടോ? അവന് ഞാൻ വെച്ചിട്ടുണ്ട്. പോടാ, എന്റെ കൺമുന്നിൽ കണ്ടുപോരുത്. ചെല്ലേ. നാളെ വരുമ്പോ 4 പേരും അച്ഛന്മാരെ കൂട്ടിക്കൊണ്ടു വരണം. ഓ ശരി സാറേ. എല്ലാ സബ്ജക്റ്റിലും നീ ഫെയിൽ ആയിട്ടും കണക്കിൽ നീ 100 മാർക്ക് വാങ്ങിയെന്ന് എന്റെ അമ്മാവൻ പറഞ്ഞോണ്ടാ നിന്നെ ഇവിടുത്തെ കണക്ക് മാഷാക്കിയത്. പക്ഷെ നീ ആ ഗുരുസ്ഥാനത്തെ അപമാനിക്കുന്ന പണിയാ കാണിച്ചത്. ആ പിള്ളേരുടെ കൂടെ സിഗരറ്റ് വലിച്ചതുപോലും ഞാൻ ക്ഷമിക്കും. പക്ഷേ നീ കൊടുത്ത ആ ഉപദേശം ഉണ്ടല്ലോ, അതെനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. ഇത്രയും ദിവസം കാണിച്ചേക്ക മതി. ചെല്ലേ, നിന്നോടാ പറയുന്നു, പൊയ്ക്കോ. ഓ, വലിയ IIT ജോലി എനിക്ക് നഷ്ടപ്പെടുന്നത്. എന്തിയാടാ തങ്കരാജ്, എന്ത് പറ്റി? കാണ്ടാമൃഗത്തിന് ദേഷ്യം വന്നതാ. എടാ സമയാവുന്നുണ്ടോ, ഒന്ന് വേഗം പോ. ബ്രേക്ക് ഇല്ലടാ.
ആളില്ലാതെ റോട്ടിൽ ബ്രേക്ക് ഉണ്ടെങ്കിൽ എന്താ ഇല്ലെങ്കിൽ എന്താ? എന്നാ നീ ഒന്ന് ചവിട്ട്. നിന്നെ ഒരുത്തി ചവിട്ടുന്നതിന് ഭേദം ഞാൻ സൈക്കിളും പൊക്കിക്കൊണ്ട് ഷോർട്ട് കട്ടിൽ പോകുന്നതാ. ശരി, എടുക്ക്. ഒന്ന് വേഗം വാടാ. സ്പീഡിൽ പോലെടാ. എടാ ഒന്ന് പതുക്കെ. ഒന്ന് ഇറങ്ങാണ്ടിരിക്കുന്നതാ. അവിടെ മരമുണ്ട്, ഒന്ന് പതുക്കെ. അയ്യോ, എന്തിനാണ് ഇത്രയും വേഗത്തിൽ ഓടി വരുന്നത്? മലയാളി ചേച്ചിയെ വിളിച്ചോണ്ട് വന്നതാ. എന്തിനാ? അവക്ക് എന്ത് പറ്റി? മലയരസയുടെ അമ്മമ്മ സീരിയസ് ആയിട്ട് കിടക്കുക. കിളവി വടിയാവുന്നതിന് മുമ്പ് അവളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിട്ട് അവളുടെ അമ്മയെ പറഞ്ഞയച്ചത്. ടീച്ചറെ, ഈ മലയരസി മുത്തശ്ശി മരിച്ചു എന്നും പറഞ്ഞ് ഓൾറെഡി 2 വട്ടം ലീവ് എടുത്തല്ലേ? ഇപ്പൊ അത് തന്നെ പറഞ്ഞ് ഉമ്മാരും വന്നിരിക്കുന്നു. എന്തായാലും ഒന്ന് അന്വേഷിക്കാം മാഡം. നമ്മുടെ കണക്ക് ടീച്ചർ വളർമതിയില്ലേ, ഇവളുടെ കൂടെ പഠിച്ചതാ. വളർമതി, ഇങ്ങോട്ട് വന്നേ. വരുന്നു മാഡം. മലയരസി നിന്റെ കൂടെയല്ലേ പഠിച്ചത്? അതെ ടീച്ചർ. മലയരസിയുടെ മുത്തശ്ശി സീരിയസ് ആണെന്ന് പറഞ്ഞ ഉമ്മാര് വന്നിരിക്കുന്നത്. സത്യത്തിൽ അവൾക്ക് അങ്ങനെ ഒരു മുത്തശ്ശി ഉണ്ടോ? ഞങ്ങളെല്ലാം ഒരേ നാട്ടുകാരാ ടീച്ചർ. എന്തുണ്ടെങ്കിലും അവളോട് തന്നെ ചോദിച്ചോളൂ. സ്റ്റീഫൻ, മലയരസിയോട് വരാൻ പറ. മാഡം. എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. അവിടെ അമ്മയുടെ അമ്മയും അച്ഛന്റെ അമ്മയും 2 പേരും മരിച്ചു എന്ന് പറഞ്ഞ് അവള് 2 ദിവസം ലീവ് എടുത്തു എന്നുള്ളത് എനിക്ക് ഉറപ്പാ. മാഡം, മലയരസി. വാ മോളെ മലയരസി, നിന്റെ അമ്മയുടെ അമ്മയും അച്ഛന്റെ അമ്മയും മരിച്ചു പോയി എന്നും പറഞ്ഞ് ഓൾറെഡി നീ 2 തവണ ലീവ് എടുത്തതാ. ഇപ്പൊ ഇവന്മാര് നിന്റെ മുത്തശ്ശി സീരിയസ് ആണെന്നും പറഞ്ഞാ വന്നിരിക്കുന്നത്. ഇതിൽ ഏതാണ് ഒറിജിനൽ മുത്തശ്ശി? ഇതാണ് മാം ഒറിജിനൽ. അപ്പോ ഇതിനു മുമ്പ് മരിച്ചതോ? അതിന്റെ മുത്തച്ഛന്റെ വെപ്പാട്ടിയാണ് മാഡം. അത് പിന്നെ കീപ്പ് കീപ്പ്. ആ? ആ, നാണക്കേട്. പോയി തൊലി. ചേച്ചി, 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 കാല് വേദനിക്കുന്നു. ചവിട്ടിയിട്ട് പോവാം. ഡാ നിക്കടാ, ഇവിടെ മാങ്ങ പറിച്ചിട്ട് പോവാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ചേച്ചി, മുത്തശ്ശിക്ക് സീരിയസ് ആയതുകൊണ്ട് മലയപ്പനമ്മാവന് ഫോൺ ചെയ്യാൻ എത്രയും പെട്ടെന്ന് നമ്മ നിന്നെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞിരിക്കുക. ഡാ, ആ കിളവി കൊറേ കാലം ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് അത് ഇപ്പോഴൊന്നും ചാവില്ല. നമ്മുടെ നാട്ടിലെ എല്ലാ വയസ്സായവരും മരിച്ചതിന് ശേഷം ഈ കിളവി ചാകും. ഒന്നും ആടാ, മാങ്ങ പറിച്ചിട്ട് പോവാം. എന്താ ചേച്ചി ഈ നേരത്തെ തുണി അലക്കിക്കൊണ്ടിരിക്കുന്നത്? മരുമോളുടെ തുണിയാ, അവൾ ജോലിക്ക് പോയി. ശരി, എന്നാ നടക്കട്ടെ. ചേച്ചി ജീവിക്കാൻ പഠിച്ചു. ഇവൻ എത്ര നല്ല ആലോചനകൾ വന്നതോ. ഏത് നേരത്താണാവോ ഇവൻ ഇവിടെ വലിച്ചോണ്ട് വരാൻ. കിഴവി, താലി കെട്ടിക്കൊണ്ടുവന്നോളെ സന്തോഷമായി പൊറിപ്പിക്കാൻ കേൾപ്പില്ലാത്തവനാ നിങ്ങളുടെ മോൻ. പക്ഷെ നിങ്ങളോ എന്റെ അച്ഛനും അമ്മേനെയും കുറ്റം പറയുന്നു. ഇനി ഒരു അക്ഷരം മിണ്ടിപ്പോയാ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ മോനെ വെച്ചുണ്ടാക്കാനാണോ എന്നെ ഇങ്ങോട്ട് കാണിച്ചരാ. ഇന്നൊരു തീരുമാനമാവണം. നീ ചെയ്യുന്ന എനിക്കൊന്ന് കാണണം. എടാ ദുഷ്ട, എന്തിനാ സീരിയൽ മാറ്റിയത്? നിന്നെ പെറ്റി വളർത്തിയിട്ട് എന്ത് ഗുണം ഉണ്ടായത്? എന്റെ ഒരേ ഒരു ആശ്വാസം ഈ ടിവിയാ. അതൊന്നും നശിപ്പിക്കാ. ഒന്ന് നിക്കമ്മേ, ഞാൻ ഈ ഹൈലൈറ്റ്സ് അവന്റെ ഒരു ഹൈലൈറ്റ് മണ്ണാകട്ടെ. സീരിയൽ കാണുമ്പോ ചാനൽ മാറ്റുന്നു. ഇന്നലെ എന്നെ മാച്ചും കാണാൻ സമ്മതിച്ചില്ല, എന്ന് ഹൈലൈറ്റ്സും കാണാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാ അമ്മ എന്താന്ന് വെച്ചാ ഇരുന്ന് കണ്ടോ. എന്താടാ രാവിലെ തന്നെ നല്ല ഹാപ്പി ആണല്ലോ, മുഖത്ത് നല്ലൊരു തെളിച്ചം. ഓ പിന്നെ നിന്റെ വീട്ടിലെ മര്യാദ ഞാൻ കണ്ടതാണല്ലോ. ഒന്ന് പോടാ. നീ ഇന്നലത്തെ IPL ഹൈലൈറ്റ്സ് കണ്ടായിരുന്നോ? ഹൈലൈറ്റ്സോ? ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴേ സത്യ ഏജൻസിയുടെ ഉമ്മറത്ത് നിന്ന് ഫുൾ ലൈവും കണ്ടായിരുന്നു. ഉമ്മർത്തുനിന്ന് കണ്ടേനാണോ ഈ നെകളിപ്പ്? ഇവരൊക്കെ എവിടെയാടാ നമ്മളെ TV കാണാൻ സമ്മതിക്കുന്നത്? നമുക്ക് ഈ IPL മാച്ച് കാണാൻ ഒരിക്കലും പറ്റില്ലടാ. എന്തുകൊണ്ട് പറ്റില്ല? നാളെയും കൂടി ചെന്നൈയിൽ ഒരു മാച്ച് ഉണ്ടല്ലോ. രാവിലെ പുറപ്പെട്ട വൈകിട്ട് മാച്ച് കാണാം. അതൊക്കെ ശരിയാ, പക്ഷെ അതിന് കാശോ? കാശൊക്കെ എന്താടാ വലിയ കാര്യമാണോ? നിന്റെ അമ്മാവൻ പൻപഴയന്റെ ഒരു 1000 രൂപ അടിച്ചു മാറ്റാൻ നോക്ക്, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. എടാ നിർത്ത്, എല്ലാം പോയി. എന്താടാ ആ കിളവി ചത്തുന്ന് പറയുന്നത് ശരിക്കും സത്യാണോ? അതല്ലേ ഞങ്ങൾ അപ്പോഴേ പറഞ്ഞത്. നീയല്ലേ പറഞ്ഞു കേൾക്കാതെ മാങ്ങ പറിക്കാൻ പോയ. കിളവി മരിച്ചതിന് നിനക്ക് സന്തോഷല്ലേ? 3 ദിവസം സ്കൂളിൽ പോണ്ടല്ലോ. ഒന്ന് പോയിനടാ. കാത്തിരുന്ന് ആ കിളവിക്ക് വെള്ളിയാഴ്ച ചാവാൻ കിട്ടിയുള്ളൂ. തിങ്കളാഴ്ച ചത്തിരുന്നെങ്കിൽ സ്കൂളിലേക്ക് 4-5 ദിവസം പോകണ്ടായിരുന്നു. എടി ഒരുമ്പെട്ടോള്, എന്റെ അമ്മ ഇവിടെ മരിക്കാൻ കിടക്കുമ്പോഴാണോടി നീ മാങ്ങ പെറുക്കാൻ പോയേക്കുന്ന കഴുതേ. അമ്മേ എന്തിനാ തല്ലുന്നേ? ഞാൻ മാങ്ങ പറിക്കുമ്പോ ഇതിന് മുത്തശ്ശിക്ക് വേണ്ടി അറിയോ? എന്താടി പറഞ്ഞേ? മുത്തശ്ശിക്ക് മാങ്ങാന്ന് വെച്ചാൽ ഒത്തിരി ഇഷ്ടമല്ലേ? മുത്തശ്ശിക്ക് മാങ്ങ ഇഷ്ടമാണെന്ന് വെച്ച്
ഒരു മാങ്ങ പെറുക്കി കൊണ്ടുവന്നാ പോരായിരുന്നോ? ഒരു വണ്ടിക്കുള്ളത് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. പിശാചേ, ഇന്നാ നിന്റെ മാമനെ വാട്സാപ്പിൽ ഒന്ന് വിളിച്ചതാ. എന്താ മലർഷി പറമോളെ? ഒരു മിനിറ്റ് ഏട്ടാ. ഹലോ ഹലോ എടാ അനിയ, എടി ശങ്കരി, ചിരിക്കുന്ന നിർത്തിയിട്ട് നീ ആദ്യം കാര്യം പറയടി. എടാ മോനെ, എന്താ? നമ്മുടെ അമ്മ നമ്മളെയൊക്കെ വിട്ടു പോയടാ. പോയെന്നോ? എപ്പോ? കുറച്ചു മുമ്പാടാ സംഭവിച്ച്. ശരി, ഞാൻ പുറപ്പെടാം. അവിടുത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ ആരാ നോക്കാൻ പോകുന്നത്? ആ? വേറെ ആരാടാ? നമ്മുടെ ഷൺമുഖൻ ചേട്ടൻ. ആര്? ചെയ്യുന്ന കാര്യത്തിനെല്ലാം കണക്കെടുത്ത് കമ്മീഷൻ അടിക്കുന്ന ആ കാൽക്കുലേറ്റർ ഷൺമുഖനാണോ? അതെടാ, നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എപ്പോഴും അയാളല്ലടാ ഓടി വരാറ്. അതൊക്കെ സമ്മതിച്ചു. അയാള് സ്വന്തം വീട്ടിലെ ചാവിന് കമ്മീഷൻ അടിക്കുന്നവനാ. പിന്നെ മറ്റൊരുത്തിന്റെ വീടാകുമ്പോ പറയേണ്ട കാര്യമുണ്ടോ? അയാളുടെ ഫോൺ കൊടുത്തേ. ചേട്ടാ, ഷൺമുഖൻ ചേട്ടാ, ചേട്ടാ, ഷൺമുഖൻ ചേട്ടാ, ചേട്ടാ. ഞാൻ ഇവിടെ നിൽക്കുമ്പോ നീ അവിടെ ആരെ വിളിക്കുക? അനിയൻ ചേട്ടനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. തന്നെ പറമോനെ. ആ ഷൺമുഖ ചേട്ടാ, എന്തൊക്കെയുണ്ട്? വീട്ടിലെ ചേച്ചിക്ക് പിള്ളേർക്കൊക്കെ സുഖം തന്നെയല്ലേ? ഇതാ നോക്ക്, ഞങ്ങളൊക്കെ നിന്റെ അമ്മ മരിച്ച സങ്കടത്തിലിരിക്കുമ്പോഴാണോ നീ നിന്റെ പെങ്ങളെ തിരക്കുന്നത്? ഇപ്പൊ എന്താ ചെയ്യേണ്ടത് അത് പറ. അത് വേറൊന്നല്ല ചേട്ടാ, ഞാൻ വരാൻ 2-3 ദിവസം എടുക്കും. ആ ആയിക്കോട്ടെ. അതുവരെ അമ്മയുടെ ബോഡി ചേട്ടൻ തന്നെ ഭദ്രമായിട്ട് നോക്കണം. ഇതാ നോക്ക്, നീ 4 മാസം കഴിഞ്ഞു വന്നാലും കുഴപ്പമില്ല. അതുവരെ നിന്റെ അമ്മയുടെ ബോഡി സംരക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വം. അടിപൊളി ചേട്ടാ. അവളുടെ ഫോൺ കൊടുത്തേ. ഒരു മിനിറ്റ്, നിന്നോട് എന്തോ സംസാരിക്കണമെന്ന്. മോനെ. അത് ചേച്ചി, ആ, പറയ്. 25,000 രൂപ കൊടുത്തേക്ക്. ആ, ശരി. ബാക്കിയെല്ലാം ഞാൻ വന്ന് നോക്കിക്കോളാം. ആയിക്കോട്ടെ. ആ, അങ്ങനെ ആയിക്കോട്ടെ. ചേട്ടാ ഒന്ന് നിക്കണേ, ഞാനിപ്പോ വരാം. ഇതാ നീ വെച്ചോ. ഒന്ന് വഴിന്ന് മാറുവോ? നിന്റെ ഇഷ്ടത്തിന് വരാനേ ഇവിടെ കല്യാണമൊന്നും അല്ല നടക്കുന്നത്. 1/2 മണിക്കൂറിനുള്ളിൽ നീ ഇവിടെ കാണണം. ശരിടാ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഇതിൽ 25,000 ഉണ്ട് ചേട്ടാ, എല്ലാം നോക്കിക്കോ. മോളെ, ചെലവാക്കുന്നതൊക്കെ ഒന്ന് എഴുതി പോയി. ഗൾഫിൽ നിന്ന് അവൻ വരുമ്പോ കണക്ക് കാണിക്കണം കേട്ടോ. ആ ശരി. ഇതിൽ 23 ഉണ്ട് കേട്ടോ. ശരിയേട്ടാ. എന്തുവാടാ ഇത്? ഫ്ലെക്സ് മണിയുടെ പേര് വലുതാക്കി കൊടുത്തിട്ട് എന്റെ പേര് പെൻസിലോണ്ട് ഇങ്ങനെ കിറുക്കി വെച്ചിരിക്കുന്ന. ഇതിനെന്താ എത്ര വിഷമിക്കണ? ഒരു 2000 രൂപ ഇറക്കിയാലേ ചേട്ടന്റെ ഫോട്ടോ വലുതാക്കിയിട്ട് ചന്തയിൽ നമുക്കൊരു കിടിലൻ ഫ്ലെക്സ് അങ്ങ് വെക്കാന്നേ. അത് പൊളിക്കും. ഇന്ന് ഇത് നിന്റെ ചെലവിനുള്ളും കൂടി ഉണ്ട്. ശരിയേട്ടാ. വാട്സപ്പിൽ ഫോട്ടോ അയക്കാം. നല്ല പൊളപ്പനായിരിക്കണം കേട്ടാ. എന്തേ വെച്ചേക്കാം. ചെല്ല്. എന്നാ ഞാൻ ഇറങ്ങാം. എത്തിയാ 500 രൂപ മേടിച്ചോണ്ട് ദേ വരാന്നും പറഞ്ഞു മുങ്ങിയതാ. എന്നിട്ട് വരുന്ന സമയം കണ്ടില്ല. ഒന്ന് പോവാമാവാ. നിങ്ങളുടെ അടുത്ത് കാശ് വാങ്ങിച്ചിട്ട് ഞാൻ എന്താ ലണ്ടനിലേക്കാണ് പോയത്? അയ്യടാ വലിയ മല്ലയ്യ, വീമ്പിനൊന്നും ഒരു കുറച്ചിലും ഇല്ല. എവിടേക്ക് പോയാലും ഞാൻ അമ്മാവന്റെ അടുത്ത് എത്തില്ലേ? ആ സ്നേഹം എന്താ അമ്മാവന് മനസ്സിലാവാത്തേ? നാക്കില് തേന് തേച്ച് വാക്കുകൊണ്ട് കാര്യം നേടുന്നവനല്ലേ നീ. നീ വെറുതെ ഇങ്ങോട്ട് വരില്ലല്ലോ. വിളിക്കാണ്ട് വന്ന കാര്യം പറ. അതേ, കാശ് വഹിക്കാനാണെങ്കിൽ നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. അല്ലെങ്കിൽ തന്നെ കൊടുത്ത കാശ് കിട്ടാതെ ഞാൻ ഭ്രാന്ത് പിടിച്ചിരിക്കുക. കൊടുക്കാൻ ഒരാളുണ്ടെങ്കിൽ വാങ്ങിക്കാൻ 4 പേരുണ്ടാവും. വാങ്ങിയവരൊക്കെ തിരിച്ചു കൊടുത്ത കൊടുത്ത ആൾക്ക് എന്ത് മര്യാദയുള്ളത്? മനുഷ്യനോട് പിരിവിട്ടിരിക്കുമ്പോഴാ അവന്റെ ഒരു തത്വം പറിച്ചിട്ട്. അത് ഞാനും എന്റെ ഫ്രണ്ടും IPL മാച്ച് കാണാൻ പോവാ. 1000 രൂപ ഉണ്ടെങ്കിൽ തരുമോ? കടമായിട്ട് മതി. കടന്ന് വെച്ചാൽ എന്താന്ന് അറിയണോ നിനക്ക്? വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുക്കുന്നതിന്റെ പേരാണ് കടം. എടാ, നീ ഇതുവരെ മേടിച്ച കാശ് തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? മാന്യന്മാരുടെ മാനം കളയൽ. അണ്ണോ പൺപണ്ണ പറയണ്ണ. എന്താടാ? ഞാൻ കണ്ടിട്ട് അണ്ണനെ വിളിക്കാതിരിക്കായിരുന്നു. അപ്പോഴല്ലേ അണ്ണൻ വിളിച്ചത്. അണ്ണു അവൻ വീട്ടിൽ തന്നെ ഉണ്ടെണ്ണ. ഇപ്പൊ വന്നാലേ കോഴിനെ പിടിക്കുന്ന പിടിച്ചോണ്ട് വരുന്നു. അല്ല അണ്ണ എങ്ങനെ വരുന്നേ? എന്തേ എന്റെ ബുള്ളറ്റില്? ശരി ബുള്ളറ്റിൽ തന്നെ വരണേ. ഞാൻ ആ തെരുമുക്കില് കാണും. കേട്ടല്ലോ, ബുള്ളറ്റിലാണ് വരുന്നതെന്ന്. അങ്ങ് ദൂരെന്ന് ശബ്ദം കേൾക്കുമ്പോ തന്നെ കേറി എവിടെയെങ്കിലും ഒളിക്കണേ. ആ പശുവിനൊന്ന് അഴിച്ചു വിടറി. കാശ് തന്നില്ലെന്ന് പറഞ്ഞ ആളെ പശുവിനെ പിടിച്ചോണ്ട് പോവും. കുറെ നാളായി റൈസ് മില്ലിന്റെ അടുത്തൊരു തണ്ടി മുട കാണിക്കുന്നു. വാ ഒന്ന് വരട്ടിയിട്ട് വരാം. അമ്മാവാ, ഞാൻ ചോദിച്ചില്ലേ 1000 രൂപ. ചുമ്മാ നീ കിടന്ന് ചിലക്കാതറ. നീ ചോദിച്ചിട്ട് ഞാൻ ഇതുവരെ തരാതിരുന്നു. അവന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതിന് 1000 തരാം. അരേ ഭയ്യാ, സേട്ടാ കാശ് തരാത്തവനെ പിടിക്കാൻ പോവാ. കടയിലൊരു കണ്ണു വേണം. ശരി സേട്ടാ. ഇവിടുന്ന് എന്ത് പഠിച്ചോ ഇല്ലയോ, പാക്കും വായിലിട്ടുണ്ട് സേട്ടാ സേട്ടാന്ന് വിളിക്കാൻ പഠിച്ചിട്ട്. അതിന് ഇവിടുത്തെ ആൾക്കാർ ഇപ്പൊ ചേട്ടാ വിട്ടിട്ട് ബ്രോഡ് വിടുന്ന കായില്ലേ? ഇനി ഒരു അക്ഷരം വേണ്ടി അടിച്ചു. ശരി, വണ്ടി എടുക്കമ്മാവാ. എടാ, നിനക്ക് പിള്ളേർക്ക് എന്തോ ഉപദേശം കൊടുത്തിട്ട് ഒരു പണി കിട്ടിയെന്ന് കേട്ടല്ലോ, ശരിയാണോ? ഒന്ന് പോവാമാവാ. ഉപദേശം കൊടുക്കുന്നവരൊക്കെ നമ്മുടെ ആൾക്കാർ എപ്പോഴാ ബഹുമാനിച്ചിരിക്കുന്നേ? അല്ല, നീ ആര് വലിയ അരിസ്റ്റോട്ടില്?
ഒരു ഉപദേശി. അങ്ങേര് നിന്റെ തലമണ്ട തല്ലി പൊട്ടിക്കായിരുന്നത് നിന്റെ ഭാഗ്യം. എന്തായാലും നിനക്ക് ആയുസുണ്ട്. നമസ്കാരം അണ്ണ. ആ എന്താണ് അണ്ണന് 100 രൂപയാണ് തരുന്നത്? എന്താ? അല്ല, വെറും 100 രൂപ മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചതാ. പണി നേരാവണ്ണം ചെയ്യില്ല, കാശിനാണെങ്കിൽ ആക്രാന്തം. എന്നാലും അണ്ണ അങ്ങനെ പറഞ്ഞല്ലോ. ഇവന് ഒരുത്തിനെ പിടിക്കാൻ വേണ്ടി 4 ദിവസം അലങ്ങി തിരിഞ്ഞ് നടന്നറിയോ? മതിയടാ. ശരി, എന്നാ ചെന്ന് പിടിച്ചോ. വേലുണ്ണോ, അണ്ണാ വേലുണ്ണോ. ചേട്ടാ വരൂ ചേട്ടാ, സുഖല്ലേ? ചേട്ടനൊന്ന് വിളിയേച്ചി. അങ്ങേര് ഇവിടെ ഇല്ലല്ലോ. ആളകത്തുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാ വന്നിരിക്കുന്നത്. വിളിക്ക് വിളിക്ക്. അങ്ങേരെ അകത്ത് വെച്ചിട്ട് ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പോയി നോക്ക്. കേറി നോക്കടാ. അങ്ങേര് വീട്ടിലുണ്ടായിരുന്നുള്ളത് സത്യം തന്നെയാ. അർജന്റായി ഒരു ഫോൺ വന്നിട്ട് ഇപ്പഴാ അങ്ങേര് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. ചായ എന്തെങ്കിലും കൊണ്ടുവരട്ടെ? എന്റെ ചേച്ചി, കൊണ്ടോടാ. ആളകത്തൊന്നുമില്ല. അവിടെ കൂടെ നോക്ക്. അയ്യോ മോനെ, അങ്ങോട്ട് പോവല്ലേ, അവിടെ മൂർഖമ്മാമുണ്ട്. പോണ്ട പോണ്ട പോണ്ട, അല്ലെങ്കിൽ തന്നെ സമയം ശരില്ല. ഇനി പാമ്പിന്റെ കടിയും കൂടി കൊള്ളുണ്ട്. ചേച്ചി, അണ്ണം വന്ന പലിശ കാശെങ്കിലും തരാൻ പറയും. 6 മാസമായി പലിശയും തരണില്ല, മുതലും തരണില്ല. ചേച്ചി ഒന്ന് പറഞ്ഞു കൊടുക്ക്. ആ മാതേഷ് നമുക്ക് 8ന്റെ പണിയാ തന്നത്. വെറും 200 രൂപയ്ക്ക് വേണ്ടി ഒരു വെയിലത്ത് നമ്മളെ വട്ടം കറക്കില്ല. അവനെ എന്റെ കൈ കിട്ടി അവൻ തീർന്നു. ഞാൻ 100 രൂപ ചോദിച്ചാൽ 1000 കാരണങ്ങൾ പറയുന്ന ആളാ. ഇതുപോലത്തെ ആൾക്കാർ ചോദിക്കുമ്പോ മാത്രം കോരി വാരിടാ. വഴിയിൽ തടഞ്ഞു നിർത്തി തലയും ചൊറിഞ്ഞ് കാശ് ചോദിച്ചാൽ എങ്ങനെയാണ് കൊടുക്കാതിരിക്കുക? എടോ മനുഷ്യ, അയാള് പോയി. നിങ്ങളൊന്ന് ഇറങ്ങി വാ. നല്ലോണം നോക്കിട്ട് പറയടി. പോകുന്ന പോലെ അഭിനയിച്ചിട്ട് അവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടാവും. കുരുട്ടുബുദ്ധിക്കൊന്നും ഒരു കുറവില്ല. ഇറങ്ങി വാ. അയ്യോ അമ്മാവാ, ഫോൺ അടിക്കുന്നു. അവൻ തന്നെ ആ പന്ന തെണ്ടി മാതേഷ്. അവനിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, നോക്കൂ. ആണോ എന്നെന്തിനെ വഴക്ക് പറയുന്നേ? കാശിന്റെ ആവശ്യമുണ്ടെങ്കിൽ 50-100 പറഞ്ഞു മേടിച്ചാ പോരാടാ. കാലത്തെ തന്നെ മനുഷ്യനെ മെനക്കെടുത്ത. അണ്ണോ, അണ്ണ എന്തായി പറയുന്നേ? ആ വേലുച്ചമ്മി മരത്തിൽ നിന്ന് താഴെ വീണ് കിടക്കുക. വേലുച്ചാമി മരത്തിൽ നിന്ന് താഴെ വീണു. നിങ്ങളെ കണ്ടപ്പോ തന്നെ അവൻ മരത്തിൽ കയറി ഒളിച്ചതാ. പിന്നെ ഇറങ്ങുമ്പോ കൊമ്പ് ഒടുങ്ങി താഴെ വീണതാത്രേ. എന്നെ പറ്റിച്ച് മരത്തിൽ കയറിയ ആ നാറിയെ ദൈവം തന്നെ താഴെ തള്ളിയിട്ടത് കണ്ടാടാ. ദൈവം തള്ളിയിട്ടത് അവനെയല്ല അണ്ണോ. അണ്ണൻ കാരണം മരത്തുനിന്ന് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതൊന്നും കൊള്ളപ്പലിശയുടെ പ്രശ്നമെന്നാ നാട്ടുകാര് പറയുന്നേ. ഇപ്പൊ അവനെ കൊണ്ടുപോകാൻ ആംബുലൻസ് വന്നോണ്ടിരിക്കുക. അവൻ എന്തെങ്കിലും ആയാലേ അണ്ണന്റെ അവസ്ഥ ആലോചിച്ചോക്കെ. എടാ മാതേഷ്, ഇപ്പൊ എന്താടാ ഒരു വഴി? ചേട്ടാ ഉടനെ സ്ഥലം വിട്ടോ. എന്തായാലും ഗവൺമെന്റ് ആശുപത്രിയിലോട്ട് കൊണ്ടുപോവാ. ഞാൻ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് അണ്ണനെ വിളിക്കാം. അണ്ണൻ കുറച്ച് കാശ് മാത്രം റെഡിയാക്കി വെക്ക്. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ടെൻഷൻ അടിക്കണ്ടെന്നേ. അമ്മാവനെന്താ ബ്ലേഡ് കമ്പനിക്കാരെ പോലെ അന്യായ പലിശക്കാ കാശ് കൊടുത്തത്? സാധാ പലിശക്ക് തന്നെ അല്ലേ? പോടാ, അല്ലെങ്കിൽ തന്നെ ഈ പണിക്ക് എന്തിനാ വന്നേന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുക. അപ്പോഴാ ഈ മുട്ടൻ പണി. കടം ചോദിച്ചു വരുമ്പോ ചേട്ടാ ചേട്ടാന്ന് വിളിച്ചോണ്ട് വരും. പക്ഷെ തിരിച്ചു ചോദിക്കാൻ നമ്മൾ കരഞ്ഞോണ്ട് ചെല്ലണം. മുടക്കിയ മുതലെങ്കിലും തിരിച്ചു കിട്ടാൻ വേണ്ടിയാ ഞാൻ എപ്പോഴും ഈ തൊഴിൽ ചെയ്യണത്. ചേട്ടാ നമസ്കാരമുണ്ട്. കുറെ നാളല്ലേ കണ്ടു. 4500. ആ പിന്നെ ഞങ്ങൾ അവിടെ ഒരു കിളവി എത്തുപോയി. നല്ല കണ്ടീഷനുള്ള ഒരു പെട്ടി ഇങ്ങെടുക്ക്. അതിനെന്താ എടുത്തോ ചേട്ടാ? അതിൽ നിന്ന് ഒരു 7000 എടുത്തു കൊടുക്കും. അതെ ചേട്ടാ, ഒരു മിനിറ്റ്, ഒരു ചെറിയ പ്രശ്നം. വേഗമാട്ടെ. എടാ നിതീഷേ, ബീവറേജ് കയറി സാധനം ഞാൻ മറക്കും. ഗവൺമെന്റ് ആശുപത്രിയിലെ വേലുച്ചാമി എന്നൊരാളെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നീ അവിടെ ചെന്ന് അവന്റെ കെട്ടിയോളുടെ കയ്യില് ഈ കാശ് കൊടുത്തിട്ട് അവിടെ നടക്കണെന്ന് എന്നെ വിളിച്ചു പറയണം കേട്ടോ. എന്നാ ചെല്ല്. എടോ, താൻ ഇത്രയും പണം ഒരു വികാരിയുടെ കൊടുത്തിട്ടാലേ അവൻ അത് എടുത്തോണ്ട് ഓടിയാ എന്ത് ചെയ്യും? എല്ലാ വികാരികളും അങ്ങനെ ചെയ്യില്ല ചേട്ടാ. അതിൽ നല്ലവരും ഉണ്ട്, നമ്മുടെ നാട്ടുകാരെ പോലെ ഉടായ്പകളും ഉണ്ട്. പിന്നെ ഇവനെ താൻ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടാ എന്റെ കൂടെ ഒന്ന് പെട്ടി ആരാ സെറ്റ് ചെയ്യുന്നത്? അതാണ് ഇപ്പൊ ഞാനും ആലോചിക്കണത്.
അമ്മാവാ കാശി. ഒന്ന് നിക്കടാ. എന്നാലേ ഇവനെ ഞാൻ കൂട്ടിക്കൊണ്ട് പോയിക്കട്ടെ. അയ്യോ എനിക്കിതൊന്നും സെറ്റ് ആവില്ല ഏട്ടാ. ഞാനേ നീ ആരും ചോദിച്ചില്ലേ? താങ്ക്സ് അമ്മാവാ. നിനക്കെല്ലാം അറിയാലോ. ആ അലവലാതിയെ കൊണ്ട് ഒരു പ്രയോജനമില്ല. ഈ ചേട്ടന്റെ കൂടെ പോയിട്ട് ആ പെട്ടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് വാടാ പ്ലീസ്. അയ്യോ അമ്മാവ എനിക്ക് IPL പോകണതാ. എടാ IPL വെച്ച് നാളെയല്ലേ? ഇപ്പൊ പോയ രാത്രി ആകുമ്പോഴേക്കും തിരിച്ചു വരാം. അയ്യോ അങ്ങോട്ടൊക്കെ പോയിട്ട് വന്നാൽ എനിക്ക് നല്ല ടയർഡാവും. മോനെ അപ്പൊ നീ ക്രിക്കറ്റ് ഒക്കെ കളിക്കൂ? അല്ല കാണാനായിട്ടാ. ഓ കാണുമ്പോ തന്നെ ഇയാളങ്ങ് ക്ഷീണിക്കൂ. നിതീഷ് കുമാറിന് ഒരു തവണ ആയ 300 ഞാൻ കൊടുക്കുന്നത്. നിനക്ക് 200 കൂടി ചേർത്ത് 500 ആക്കി തരാടാ. ശരിക്കും തരുമോ? അതെന്തൊരു ചോദ്യമാടാ അത്. എന്നാടാ കാശ് കാശ് കാശ്. ചേട്ടാ നമുക്കെന്നാ പോവാം. വണ്ടി എടുക്കടാ. അമ്മാവാ ഞാനെന്നാ പോവാ. എന്നാ വേഗം വണ്ടി എടുക്കും. ശരിയേട്ടാ കേറിക്കോ. ചേട്ടാ ഡീസലിന് 1000 കൂടെ ചേർത്ത് കൊടുക്കണേ. എടാ വെട്ടിക്കിളി പൻപഴകന്റെ പേരിൽ ഒരു 8000 എഴുതിയേക്കും. പൻപഴകൻ ഈ വാൻ സ്വന്തമായിട്ട് അങ്ങ് വാങ്ങിച്ചോ? പുള്ളി ഏതാ സ്വന്തമായിട്ട് വാങ്ങിയിരിക്കുന്നത്? വാനിന് ഫിനാൻസ് ചെയ്തുകൊണ്ടിരുന്നതാ. മുതലും കിട്ടിയില്ല, പലിശയും കിട്ടിയില്ല. അതുകൊണ്ട് വാൻ എടുത്തോണ്ട് വന്ന അതിന് ഡീസൽ വിട്ട് ഡ്രൈവർ ബാറ്റയും കൊടുത്ത് ഓടിച്ചോണ്ടിരിക്കുക. അതാ ഞാനും ആലോചിച്ചത്. ഇത് ഈ പെട്ടി ഇരുന്ന വണ്ടി പോലെ തോന്നുന്നില്ലല്ലോ. ഓട്ടം എന്ന് വെച്ച ഓട്ടം ഭയങ്കര ഓട്ടായിരുന്നു. പിന്നെ ഇന്ന് രാത്രി എന്നെ തിരിച്ചു വന്ന് രാവിലെ ഒരു കല്യാണ ഓട്ടം ഓടാണ്ട്. എന്തോന്നാണോ ശവപ്പെട്ടി കയറ്റുന്ന ഈ വണ്ടി കല്യാണ ഓട്ടത്തിനും? അതിനൊക്കെ കൂടിയല്ലേ പണ്ട് ഇത് തൂക്കിയിട്ടിരിക്കുന്നേ. ഇതെന്തോന്നാ? ഇതാണ് ഇങ്ങോം. ഇത് കണ്ടിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഈ പാമ്പ് ചത്ത കിടക്കുന്നവരുണ്ടല്ലോ. ചേട്ടാ ഈ പകലും രാത്രിയും സന്തോഷവും വിഷമവും ജനനവും മരണവും ഇതൊക്കെ ജീവിതത്തിൽ മാറി മാറി വന്നോണ്ടിരിക്കും. അത് ശരി. അതൊക്കെ സമമായി കണ്ട് ജീവിതം ഇങ്ങനെ നയിച്ചുകൊണ്ട് പോണെന്നുള്ളതാണ് അമ്മാവന്റെ പോളിസി. വണ്ടി ഒന്ന് നിർത്തി. എന്താ എടോ സാധനം വാങ്ങിക്കാനാ. താൻ ആ വണ്ടി ഇടത്തോട്ടൊന്ന് ഒതുക്കിയേ. വണ്ടി ഒന്ന് സൈഡാ. ഇവിടെ ഒതുക്കാം. ഏട്ടൻ പോയിട്ട് വാ. ഇറങ്ങടാ ഇറങ്ങ വേഗം ഇറങ്ങ. ഞാൻ അവിടെ വെച്ചാ പറഞ്ഞല്ലേ ഒന്ന് വേഗം ഇറങ്ങടാ. ചേട്ടൻ നോക്കി ഇറങ്ങ്. വേണ്ട. എടാ നീ 1000 രൂപയല്ലേ ചോദിച്ചത്? ഞാൻ 1500 സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ജോലി ഉണ്ടാ പുറത്ത് വന്നിരിക്കുക. ഞാൻ വരാച്ചിരി വൈകും. എടാ വന്നത് നമുക്ക് ചെന്നൈയിലോട്ട് പോണം. നീ റെഡി ആയിരിക്കും. ആ ഡോറങ്ങ് അടക്കി. വേഗം വണ്ടി എടുക്ക, സമയായി. ഒരു ക്വാർട്ടറിന് 10 രൂപ എക്സ്ട്രാ വാങ്ങിക്കുന്നത്. യുമാരുടെ വീട്ടിലൊന്നും ഇൻകം ടാക്സിന്റെ റെയ്ഡ് വരത്തില്ലേ? ചേട്ടോ എന്താ നാട്ടിൽ വല്ല ബാർ ഓപ്പൺ ചെയ്യാൻ പോവാ? അതൊന്നും അല്ലടോ. കല്യാണ വീടിനേക്കാളും ഈ മരണ വീട്ടിലാ ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെലവാകുന്നത്. ഇനി 2 ദിവസം മനുഷ്യന് ഉറങ്ങാൻ പറ്റത്തില്ല. ഈ അമൃതം എല്ലായിടത്തും ഒന്ന് തളിച്ചു വിട്ടാൽ മാത്രമേ പ്രേതബാധയുടെ ശല്യം ഒന്നും ഇല്ലാതിരിക്കൂ. ഓ ചേട്ടാ കാശിങ്ങനെ വെള്ളം പോലെ ചെലവാക്കുന്നു. കിളവി കാശുള്ള പാർട്ടിയാ. അവരുടെ ഒരു മോനെ അങ്ങ് സൗദിയിലാ ജോലി ചെയ്യുന്നത്. അവൻ എനിക്കൊരു ഫോൺ ചെയ്തിട്ടേ, ചേട്ടാ ഞാൻ വരുന്നവരെ എന്റെ അമ്മയുടെ ബോഡി ഒന്ന് സൂക്ഷിച്ചു വെച്ചോണേന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞു. പറയുന്ന വാക്കിന് നമ്മളൊരു വില കൊടുക്കണ്ടേ? ചേട്ടോ സൗദിന്ന് ഒരാൾ ഒരു വാക്ക് പറഞ്ഞോണ്ട് ബോഡിക്ക് തന്നെ ബോഡി കടയിൽ മാറിയല്ലോ. പുള്ളി എന്താ അത്രയും വലിയ ആളാ? അതൊന്നും അല്ല. ഇവിടെ പശുവിനെ മേച്ചോണ്ട് നടന്ന പയ്യനാ. എന്ത് ജോലി ചെയ്താലും അവനും ഒരു മനുഷ്യനല്ലേ. അവന്റെ പോയറ്റിക്കാണല്ലോ. പിന്നെന്ത് പറ്റി? മുത്തുമാരിക്ക് വടിവേലെന്നൊരു ചേട്ടൻ ഖത്തറിൽ മേച്ചിരി പണിയായിരുന്നു. ഈ പ്രേമത്തിന്റെ കാര്യം അവന്റെ ചെവിയിലും വീണു. അതോടെ കഴിഞ്ഞു. നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ വിടറി. എപ്പോഴെങ്കിലും നിന്റെ മോന്ത കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടോ? ഇപ്പഴാ നോക്കിട്ട് വന്നത്. ഓ നോക്കിയിട്ടുണ്ടല്ലേ? എന്റെ അനിയത്തി വെളുപ്പാ, നീ കറുപ്പും. അവള് 10ാം ക്ലാസ്, നീ 8ാം ക്ലാസ്. പശുവിനെ മേയ്ക്കുന്ന നിനക്ക് അവളെ കെട്ടാൻ എന്ത് യോഗ്യതയാ ഉള്ളത്? വടിവേലെ, ആട് മേയ്ച്ചതിനെ ദൈവമാക്കി മാറ്റി, മാട് മേയ്ക്കുന്നതിനെ മണവള്ളാക്കി കൂടെ? ഓ വന്നിരിക്കുന്ന വലിയ അതോടെ ആ പ്രേമത്തിൽ ഒരു കോമ വീണു. എന്താ ഫുൾ സ്റ്റോപ്പ് എന്ന് പറയാതെ കോമ എന്ന് പറയുന്നേ? എടോ അതിലൊരു കാര്യം ഉണ്ടടോ. മലയപ്പൻ അല്ലാതെ തന്റെ കഴുത്തി വേറെ ആരും താലി കെട്ടത്തില്ലെന്ന് മുത്തുമാരി സ്ട്രോങ് ആയിട്ട് നിന്നു. ജീവിതത്തിൽ ജയിച്ചു കാണിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മലയപ്പനും സൗദിയിലേക്ക് അങ്ങ് പോയി. സൗദിയിലേക്ക് പോയെന്നോ? അവിടെ എന്താ ജോലി? 8ാം ക്ലാസ് തോറ്റുപോയതിന് അവിടുത്തെ കളക്ടർ ഉദ്യോഗം കിട്ടുമോ? ഒട്ടകം മേയ്ക്കുന്ന പണിയാ. ഇവിടെ മാട് മേയിച്ച ആള് അവിടെ ചെന്ന് ഒട്ടകം മേയ്ക്കുന്നെന്ന് പറ. എന്തോ നാടു വെറും ഒട്ടകമെന്ന് പുച്ഛത്തോട് പറയുന്നത്? അവൻ അവിടെ 6 ഒട്ടക മേയിച്ചോണ്ടിരിക്കുന്നെന്ന് അറിയാവോ? ഇത് നോക്ക്. സൗദി രാജാവിന്റെ ഒട്ടകങ്ങളെ ഒരു അമ്മയെ പോലെ സംരക്ഷിച്ച് രാജാവിനെ തന്റെ സ്നേഹം കൊണ്ട് കീഴടക്കിയവനാ ഈ മലയപ്പൻ. ഓഹോ, ആള് പൊളിയാണല്ലോ. ആ നിൽക്കുന്നത് അറ്റാക്ക് പണ്ടിയുടെ ചേച്ചി വനജയല്ലേ?
ഷൺമുഖേട്ടനാടാ. ചേട്ടാ അത് വനജയല്ല, അനിയത്തി പുഷ്പ. വണ്ടി ഒന്ന് നിർത്തി. വാടാ നമുക്ക് പോവാം. അറ്റാക്ക് പാണ്ഡ്യയുടെ അനിയത്തിയാന്ന് പറഞ്ഞിട്ട് ഇത്ര സിമ്പിൾ ആണല്ലോ. എടോ അപ്പൊ തനിക്കും അയാളെ അറിയാവോ? അറ്റാക്ക് പാണ്ഡ്യ അറിയാതിരിക്കോ? അതായത് ചത്തുപോയ കിളവിയുടെ ചേച്ചിയുടെ മോനായി അറ്റാക്ക് പാണ്ടി. എത്ര ദൂരെ കൊണ്ടാ വണ്ടി നിർത്തിയെന്ന് നോക്കിയേ. ചേട്ടാ എന്താ പുഷ്പേ, മരണ വീട്ടിലേക്കുള്ള യാത്ര അതെ ഏട്ടാ, ബസ് പിടിക്കാൻ പറ്റില്ല. അടുത്ത ബസ്സിന് രാവിലെ 5:30 ഉള്ളൂ. നോക്കി നിൽക്കാതെ അങ്ങോട്ട് കേറാ. എന്ത് ചെയ്യുന്ന ആലോചിച്ച് നിക്കായിരുന്നു. അപ്പഴാ ചേട്ടനെ കണ്ടത്. ശരി അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. മേലോട്ട് കേറ്. എടാ വെട്ടുകളി അതിരിക്കട്ടെ പുഷ്പേ. എന്താ എന്റെ ഏട്ടൻ അറ്റാക്ക് പാണ്ടിക്ക് സുഖാണല്ലോ അല്ലേ? അതിയാനെന്താ, 4 പേരെ കൂടെ ഒന്ന് അടിച്ചു പൊളിക്കല്ലേ. വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വേറെന്ത്, മലയപ്പേട്ട വന്നാലേ ഉള്ളൂ വിശേഷം. ഒരു ഐഫോൺ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുവരുന്നുണ്ടോ നോക്കട്ടെ. എന്തോന്നാ ഇത്? സ്വന്തം അമ്മ മരിച്ച വീട്ടിലോട്ട് വരുന്നത് ഇതൊക്കെ വാങ്ങിച്ചോണ്ടാ വരുന്നത്? അവൻ വാങ്ങിച്ചോണ്ട് വന്നില്ല. അവന്റെ കയ്യിലുള്ള ഞാൻ പിടിച്ചു വാങ്ങും. അല്ലേടാ വെട്ടുകളി? കറക്റ്റാ. സ്പൈനൽ കോഡിൽ പരിക്ക് പറ്റി ഇപ്പോൾ പേഷ്യന്റ് പാരാപ്ലേജിക് കണ്ടീഷനിലാണ്. 48 മണിക്കൂർ കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാൻ പറ്റൂ. അതല്ല, ഇയാളെന്തിനാ മരത്തിൽ കയറിയത്? പലിശക്കാരുടെ പ്രശ്നം കൊണ്ടാ ഓ, ഡോക്ടർ. ഇത് കൊള്ളപ്പലിശ കേസാണോ? അപ്പൊ ഇത് പോലീസിനെ ഇൻഫോം ചെയ്തോ? ഇല്ല ഡോക്ടർ. എന്താ സിസ്റ്റർ ഇത്? കൊള്ളപ്പലിശക്കാര് കാരണമുള്ള ആത്മഹത്യാശ്രമമാ, എന്നിട്ട് പോലീസിനെ അറിയിച്ചില്ലെന്നോ? മരത്തിന്ന് താഴെ വീണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കൊള്ളപ്പലിശക്കാരുടെ കാര്യമൊന്നും ആരും പറഞ്ഞില്ല. അവരെങ്ങനെ പറയും? കൊള്ളപ്പലിശ മാഫിയ അവരുടെ കഴുത്തി പിടിച്ച് ഞെരിക്കുമ്പോ സാധാരണക്കാരായ ഇവർക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? അവർക്ക് പിന്തുണയായി നിന്ന് നമ്മൾ വേണം പോലീസിനെ അറിയിക്കാൻ. നീ ചെന്ന് പോലീസിനെ വിളിക്ക്. ശരി ഡോക്ടർ. നിർത്തടാ, ഒന്ന് തന്നാണ്ടല്ലോ. പെൺകുട്ടികളെ പുറകെ കയറ്റി ഇവര് പറക്ക. സൈഡാക്കടാ. ലൈസൻസ് ഒക്കെ ഉണ്ടോ നോക്ക്. വണ്ടി നിർത്ത്. പേപ്പറൊക്കെ എടുത്തോണ്ട് വാ. തുറക്ക്. ചെമ്മരമല്ലോ ഉണ്ടോ നോക്കട്ടെ. എന്താ ഏട്ടാ? അത് കാശ് അടിക്കാനുള്ള ഓരോരോ നമ്പരാ. ദേ എത്തിയല്ലോ. നോക്കിയോ സാറേ? എന്താ സാറേ, എന്താ കാര്യം? നീ എന്താ ഷൺമുഖ ഇവിടെ? വേറെ ഞാൻ എവിടെ പോകാൻ ഇറങ്ങിയേ? വാടി ഷൺമുഖ ഒന്ന് ഇറങ്ങ. ഉള്ളിൽ നോക്കിട്ട് എന്ത് കണ്ടുപിടിക്കാനാ? ഇത് ഞങ്ങളുടെ ഡ്യൂട്ടി അല്ലേ? അത് ശരിയാ. എന്താ ഷൺമുഖ, കുപ്പികളൊക്കെ ഒരുപാടുണ്ടല്ലോ. അതെ സാറേ, വീടിനടുത്തൊരു കിളവി എത്തുപോയി, അവിടോട്ട് കൊണ്ടുപോവാ. നീ കച്ചവടം ചെയ്യുന്ന പോലെ സാധനങ്ങൾ കൊണ്ടുപോകാലോ. കടയൊന്നും ഇല്ലല്ലോ, പിന്നെ കടയില്ലെങ്കിൽ അങ്ങനെ വിടാൻ പറ്റില്ല. എന്താണോ ഇൻഷുറൻസ് ലാപ്സ് ആയല്ലോ, റിന്യൂ ചെയ്തില്ലേ? സോറി സാർ, ചെയ്തേക്കാം സാർ. ചേട്ടാ എന്ത് പറ്റി? ഇൻസ്പെക്ടർ അറിയാവുന്നോളാ, ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. തന്റെ പേരെന്താടോ? അന്തോണി സ്വാമി. അന്തോണി സ്വാമിയോ? അവിടെ എന്താണോ പ്രശ്നം? സാറേ, അന്തോണി സ്വാമി എന്ന് പേരും വെച്ച് ശബരിമലയ്ക്ക് മാല ഇട്ടിരിക്കുക. യേശുദാസ് 40 വർഷമായിട്ട് മലയ്ക്ക് പോകുന്നുണ്ടല്ലോ. അദ്ദേഹത്തോട് ആരും ചോദിച്ചില്ല. അവൻ ഏത് ദൈവത്തെ തൊഴുതാ നമുക്കെന്താ? പേപ്പറൊക്കെ കറക്റ്റ് അല്ലേ? പേപ്പറൊക്കെ കറക്റ്റാ. ഇങ്ങ് കാണിച്ചേ. സാറേ, വണ്ടിക്കകത്ത് ബ്രാൻഡി, വിസ്കി, റം എന്ന 6 കേസുണ്ട് സാർ. അതല്ലേടോ ആദ്യം പറയണ്ടേ? അല്ലാതെ ഹിന്ദുവാണ്, മുസ്ലിമാണ്, ക്രിസ്ത്യനാണ് പോലും. താടോ താരങ്ങോട്ട് മാറിക്കേ. ചേട്ടാ, ഇവിടെ തന്നെ ഇത്രയും വൈകിയല്ലോ. എനിക്ക് തിരിച്ചു വന്നിട്ട് IPL കാണാൻ പോവാനുള്ളതാ. ക്ഷമിക്കേ, ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. ഇയാൾ എപ്പ സംസാരിച്ച് വന്നിട്ട് ഞാൻ എപ്പ പോവാനാ? ആവശ്യമില്ലാത്ത. എന്റെ സാറേ, സമയമായി. എല്ലാം നോക്കിട്ടൊന്ന് പറഞ്ഞുവിട്. ഷൺമുഖ, തനിക്ക് മാത്രം സമയമൊന്നുള്ളോ? ഞങ്ങളോട് വെറുതെ വയ്ക്കല്ലേ, ധൃതി പിടിക്കാതെ. സാറേ, രാവിലെ ചത്തുപോയതാ. ഇനിയും താമസിച്ചാ ബോഡി അഴുകി പോവും. അപ്പൊ അകത്ത് ബോഡി ഉണ്ടോ? അല്ല സാറേ, ഐസ് പെട്ടിക്ക് ചുറ്റും 4 ബോഡി ഇരിപ്പുണ്ട്. ലിക്കർ കിടത്ത് മാത്രമല്ല, ശവം കൊണ്ടുവന്ന വണ്ടിയിൽ 4 പേരെ കയറ്റിയിരിക്കുന്നു. ഇതിൽ 4 പേരെക്കാളും കൂടുതൽ കയറ്റാൻ പാടില്ല, അതറിഞ്ഞൂടെ? നിയമപ്രകാരം വണ്ടി സീസ് ചെയ്ത് പ്രൊഹിബിഷൻ ആക്ടിൽ തന്നെ റിമാൻഡ് ചെയ്യണം. ഒരു കോപ്പും അറിയാതെ വന്നോളൂ ഇങ്ങോട്ട്. നീ ഒരു 3 രൂപ റെഡിയാക്കുന്നത്. ഒന്ന് പോ സാറേ, അത്രയും കാശിന് ഞാൻ അവിടെ പോനാ. എടോ, എന്റെ അടുത്തുള്ള ആ കാശിങ് എടുത്തേ. അത് ഞാൻ IPL മാച്ച് കാണാൻ വേണ്ടി കടം വാങ്ങിച്ചു വെച്ചിരിക്കുന്ന കാശാ. അവന്മാര് 3000 പറഞ്ഞ് 1500 പറഞ്ഞ് ഉറപ്പിച്ചിരിക്കുക. നീ ഇങ്ങോട്ട് താ, അവിടെ ചെന്നിട്ട് ഞാൻ വാങ്ങിച്ചു തരാം. ഉറപ്പാണല്ലോ? എടാ, എന്നെ ഒന്ന് വിശ്വസിക്കേ. എത്രയുണ്ട് സാറേ? എന്തിനാ സാറേ ധൃതി പിടിക്കുന്നത്? എന്നാ ശരി സാറേ, ഞങ്ങള് പോവാ. എടോ, വണ്ടി എടുക്കണോ? ശരി, നിങ്ങളെല്ലാം കേറ്, വണ്ടിയിലോട്ട് കേറ്. ഇങ്ങേരാണ് സാർ. ഇതെപ്പോഴാ സംഭവിച്ചത്? ഒരു 2-2:30 മണി ആയി കാണും. 2:30 മണിക്ക് നടന്നതാണോ ഇപ്പൊ ഒന്ന് കംപ്ലൈന്റ് ചെയ്യുന്നത്? ആരാ അക്യൂസ്ഡ്? സാർ ചോദിക്കുന്ന കേട്ടില്ലേ? ആ പലിശക്കാരന്റെ പേര് പറ. പൻപഴകന്നാ. ഏതാ ജംഗ്ഷനിൽ കട വെച്ചിരിക്കുന്ന പൻപഴകനല്ലേ? അയാളല്ലേ പറയുന്നത്? ആ അതെ. കട എത്ര ഉണ്ട്? 15,000 രൂപ സാറേ. എത്ര നാളായി അടയ്ക്കുന്നു? 2 വർഷമായിട്ട് അടയ്ക്കുന്നുണ്ട്. മൊത്തം എത്ര പേരുണ്ടായിരുന്നു? 2 പേര് വന്നിരുന്നു. മറ്റൊരുത്തനാരാ? അറിയില്ല.
എടോ അവനാരാ നോക്ക. ശരി സാറേ. എന്ത് പറഞ്ഞ ഭീഷണിപ്പെടുത്തേ? ഭീഷണിപ്പെടുത്തിയൊന്നുമില്ല സാറേ. ഭീഷണിപ്പെടുത്തിയില്ലെന്നോ? ഭീഷണിയും പേടിച്ചല്ല അവൻ മരത്തൊന്നും താഴെ വീണത്. ഇപ്പൊ ഇല്ലാന്ന് പറഞ്ഞ കംപ്ലൈന്റ് കൊടുക്കുമ്പോ തന്നെ ഇത്രയും കൺഫ്യൂഷൻ ഉണ്ടായ കോർട്ടിൽ എങ്ങനെ കേസ് നിൽക്കും? കേസിന് ഒരു ബലം വേണ്ടേ? കൊള്ള പലിശ കേസൊക്കെ കൊടുക്കുമ്പോ തന്നെ സ്ട്രോങ് ആയിട്ട് കൊടുക്കണം. പലിശ തന്നില്ലെങ്കിൽ കയ്യും കാലും തല്ലിയൊടിക്കും, ഗുണ്ടകളെ കൂട്ടിക്കൊണ്ടുവന്ന് കുടുംബക്കാരെ മൊത്തം പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്നൊക്കെ പറഞ്ഞാലേ കേസിനൊരു ബലം കിട്ടൂ. ഇങ്ങനെ പറയുന്ന പോലെ സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുക്ക. ശരി സാറേ. എടോ അവന്റെ കൂടെ ഒരാൾ വന്നെന്ന് പറഞ്ഞല്ലേ, അത് ആരാണെന്ന് കണ്ടുപിടിച്ചേ അവനെ എഫ്ഐആറിൽ ചേർത്തേക്ക്. ഓക്കെ എടാ നമ്മൾ എത്തി, വേഗം ഇറങ്ങ. അയ്യോ ചിറ്റേ, എന്റെ ചിറ്റേ, എവിടെ എന്റെ ചിറ്റ? പെട്ടി സൂക്ഷിച്ചിറക്കണം. ഹലോ, പന്തലൊക്കെ കൊണ്ടുവന്നോ? എന്താ ഇതുവരെ വന്നില്ലേ? ഞങ്ങൾ പെട്ടി വരെ കൊണ്ടുവന്നല്ലോ. വേഗം വരാൻ നോക്ക്. പെട്ടി എടുക്കാൻ പറഞ്ഞ കുപ്പിയാന്നോടെ എടുക്കുന്ന വിഡ്ഢികളെ. അകത്തെടുത്ത് പോയി. എടാ വെട്ടിക്കളി, നിന്നോട് എന്താടാ പറഞ്ഞത്? പെട്ടി എടുക്കടാ. സൂക്ഷിച്ചിറക്കും. പറയുന്നു ഒന്ന്, ചെയ്യുന്നു ഒന്ന്. പൊട്ടിയേ, എന്താ പോക്കറ്റ് കയറ്റി നിൽക്കാണോ? ഒന്ന് പിടിച്ചൂടെ? ഞാൻ പെട്ടി പിടിക്കുന്നേ. ശരി, പിടിക്കേ. സൂക്ഷിച്ചു സൂക്ഷിച്ചു. ഞാൻ ഈ പണിക്ക് വന്നതല്ല. എടോ സൂക്ഷിച്ചു സൂക്ഷിച്ചു. കൈ നോക്ക്, കൈ നോക്ക്. ചേട്ടാ, എത്രയും പെട്ടെന്ന് ബോഡി എടുത്ത് വെച്ചിട്ട് എന്നെ ഒന്ന് പറഞ്ഞയക്കോ? എനിക്ക് പോണായിരുന്നു. ഏയ് ശങ്കരി, ശങ്കരി, ദാ പെട്ടി കൊണ്ടുവന്നു. ഒരു മിനിറ്റ്, അമ്മയെ കുളിപ്പിച്ചോണ്ടിരിക്കുക. അവര് കുളിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് വന്ന ഉടനെ ജോലി എടുത്തിട്ട് പോയി. ശരി ഏട്ടാ, പെട്ടെന്ന് പോവാം. ഇത് നോക്ക് പൻപേ, കൊള്ള പലിശ കേസ് അല്ലാതെ IPC 306 IPC 506 2 കേസാ നിന്റെ മേലെ ഫയൽ ചെയ്തിരിക്കുന്നേ. അയാളുടെ ഭാര്യ പലിശക്കാരുടെ ഭീഷണി കൊണ്ട് ഭർത്താവ് ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന് സ്ട്രോങ് സ്റ്റേറ്റ്മെന്റാ കൊടുത്തിരിക്കുന്നത്. ആ SI ആണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റാ. പൻപേ സൂക്ഷിച്ചോ, ഇന്ന് വെള്ളിയാഴ്ചയാ. നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്താലേ 2 ദിവസത്തിന് പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല. അല്ല സാറേ, SI നമ്മുടെ ആളല്ലേ, ആള് വിചാരിച്ച എന്തെങ്കിലും ചെയ്യാൻ സാധിക്കില്ലേ? ഇത് കൊള്ള പലിശ കേസാ, നോൺ ബെയിലബിൾ സെക്ഷൻ. സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ തലയാവും ഉരുളാൻ പോകുന്നേ. സാറേ, ഞാൻ കൊള്ളപ്പലിശക്കാർക്കും കാശ് കൊടുത്തിട്ടില്ല, ഭീഷണിപ്പെടുത്തിയിട്ടുമില്ല. വെറും 3% പലിശ വാങ്ങുന്നുള്ളൂ. 6 മാസമായി മുതലുമില്ല പലിശയും ഇല്ല. ആള് നേരിട്ട് കണ്ടിട്ട് കിട്ടുന്നത് വാങ്ങാന്ന് കരുതി പോയതാ. മരത്തിൽ കയറി ശീലമില്ലാത്തവൻ മോളിൽ കയറി താഴെ വീണു. ഇതിന് എന്റെ പേരിൽ ബ്ലേഡ് കേസ്. ഇത് എവിടുത്തെ ന്യായമാ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പൻപ്. കൊള്ള പലിശ കേസിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് വളരെ സ്ട്രിക്റ്റ് ആണ്. അല്ല, നിന്റെ കൂടെ ഒരുത്തും കൂടി ഉണ്ടായിരുന്നെന്ന് അയാളുടെ ഭാര്യ എഴുതി കൊടുത്തിട്ടുണ്ടല്ലോ. ആരാ അവൻ? അവന്റെ നമ്പർ ഇങ്ങതാ. അയ്യോ സാറേ, അവനെന്റെ ചേച്ചിയുടെ മോനാ. എന്തിനാ അവന്റെ നമ്പർ? അവൻ എന്റെ കൂടെ ചുമ്മാ വന്നതാ. ഹൈ, ഞാനും ചുമ്മാ ചോദിച്ചാന്നേ. FIR പേരുള്ളതുകൊണ്ട് അവനെ ഒന്ന് ചോദ്യം ചെയ്യണം. അനിയ, എല്ലാം റെഡിയായി. നീ ആ പെട്ടി ഓൺ ചെയ്തിട്ട് പൊയ്ക്കോ. ശരി, വേഗം വാ. എന്നാ സാറേ, ഇത് വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഇതിൽ നൂരി തരണം, അല്ലെങ്കിൽ എന്റെ തല പൊട്ടിത്തെറിക്കും. മനുഷ്യന് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റണില്ല. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട പൻപേ, നല്ലൊരു വക്കീലിനെയും കൂടി ഏർപ്പാട് ചെയ്തോ. ഇവൻ എന്തായി കാണിക്കുന്നേ? എന്താ എല്ലാം ശരിയല്ലേ? എടുത്തോണ്ടോ? പുഷ്പേ, ഈ ഒരു സൈഡിലോട്ട് മാറി. ഈ ഗ്ലാസ് ഒന്ന് പൊക്കി. വന്നതിന് ശേഷം ആ സൈഡിലോട്ടൊന്ന് പിടിച്ചേ. പറഞ്ഞ എന്റെ ഇത് മേടിക്കും. സൂക്ഷിച്ച്. നിങ്ങൾ അങ്ങോട്ടൊന്ന് മാറ്. ഇങ്ങോട്ട് കൊണ്ടുപോ. നീ ആ സൈഡിലേക്ക് ഇങ്ങോട്ട് തല കുറച്ച് അകത്തേക്ക് കൊണ്ടുപോവാ. ഒന്ന് ഒതുക്കി വെക്ക്. ഇനി അതെടുത്ത് മുകളിലോട്ട് പോയി. എടാ തിരക്ക് കൂട്ടല്ലേ, താൻ അങ്ങോട്ട് മാറ്. എടോ സ്വിച്ച് ഒന്ന് ഇടോ. എടാ നീ എന്തായി കാണിക്കുന്നേ? ഇങ്ങോട്ട് മാറ്. എടോ താൻ എന്ത് പണിയായി കാണിച്ചത്? ഗ്രാമത്തിൽ മൊത്തം കറണ്ട് പോയല്ലോ. ഞാനൊന്നും ചെയ്തില്ല, പ്ലഗ് ഇട്ടതേ ഉള്ളൂ. അതെങ്ങനെയാ? ഞങ്ങളും കൊറേ പ്ലഗ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നീ ഇട്ടാ മാത്രം ഇവിടെ മുഴുവനും കറണ്ട് പോകുന്ന വെച്ചാ അപ്പൊ നീയാണ് തെറ്റായിട്ടിരിക്കുന്നത്. അതിന് നീയാണ് ഉത്തരവാദി. ഞാൻ എന്ത് ചെയ്തെന്നാ? കറണ്ട് പോയതിന് ഇയാളെന്ത് ചെയ്യാനാ?
ഇതൊക്കെ ആത്മാവിന്റെ ഓരോ കളികളാ. ചീറ്റ ഇരുട്ടത്ത് കിടക്കുക മോളെ മലയരസി. ഒരു വിളക്ക് കത്തിച്ചെടുത്തോ. എന്താന്ന് പോയി നോക്കിയിട്ട് വരാം. ഉള്ള പ്രശ്നം പോരാഞ്ഞിട്ടാ. എടോ തന്റെ വീട്ടിൽ ആള് ചത്തുപോയന് ഞങ്ങൾ എന്തിനു ഇരുട്ടത്തിരിക്കണം? എടോ ഒന്ന് ക്ഷമിക്കടോ. പോസ്റ്റില് ഫീസ് വല്ലതും പോയി കാണും. അതെന്താന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് സമാധാനപ്പെട്. വെട്ടിക്കുത്താൻ വന്നിട്ട് കറണ്ട് കട്ട് ചെയ്തല്ലോടോ. ആരെങ്കിലും ആ പോസ്റ്റിൽ ഒന്ന് കയറിയിട്ട് എന്താ പറ്റിയെന്നൊന്ന് നോക്ക്. ഇതാ നോക്കിയാ നമ്മുടെ ലൈൻമാൻ എത്തിയല്ലോ. എവിടെ? ഓ ഇവൻ എന്താടാ ഇങ്ങനെ? നേരെ എണീറ്റ് നിൽക്കാൻ കഴിയാത്ത ഇവനാണോ ആ പോസ്റ്റിൽ കയറി ഫ്യൂസ് കുത്താൻ പോകുന്നേ? എടാ ഒന്ന് മിണ്ടായിരുടാ. ഭാഗ്യം അവൻ സ്വയം വീണതാ. അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥനെ ജോലി ചെയ്യാൻ അനുവദിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പേര് കേസ് വന്നേനി. ഷൺമുഖ, കറണ്ട് കെട്ടി ചെയ്ത് ആ പെട്ടി കൊണ്ടുവന്ന് ആളെ തന്നെ കയറി അങ്ങ് ഫ്യൂസ് ഇടാൻ പറ. എടോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പറയുമ്പോ നമ്മള് അതനുസരിക്കണ്ടേ? പ്ലീസ് ഒന്ന് കയറി പ്ലീസ്. എന്താ ഇത് ചേട്ടാ? മേലത്തെ സ്ട്രീറ്റില് സീരിയൽ സിനിമ കണ്ടോണ്ടിരുന്നവരെ ദേഷ്യം പിടിച്ച് വന്നോണ്ടിരിക്കുകയാണ്. അവന്മാര് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ചെയ്തൊന്ന് കറണ്ട് വരുത്തി, അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും. അവൻ പറഞ്ഞ ശരിയാ. പണ്ടേ അവര് ഇവരും തമ്മിൽ ചേരത്തില്ല. എപ്പോ നോക്കിയാലും വെട്ടും കുത്തെന്ന് പറഞ്ഞ ആവശ്യത്തിന് പ്രശ്നങ്ങളാ. ഇനി ഇതിന്റെ പേര് പറഞ്ഞ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഒന്ന് കേറ് പ്ലീസ്. എനിക്ക് രാവിലെ കല്യാണമുണ്ട്. എന്തെങ്കിലും ഒന്ന് ചെയ്ത് വേഗം ശരിയാക്കാൻ നോക്ക്. എന്നാ നീ പോയി മേലെ കയറി ഫ്യൂസ്. ഇത്രയും പേര് പറയുമ്പോ താനൊന്ന് ചെല്ലു. ഒന്ന് കേറ്. എന്നാ ഫ്യൂസ് കുത്താൻ വല്ലതും തന്നാലല്ലേ പറ്റൂ. അതെടുത്ത് കൊടുറാ. ആ കൈ തന്നെ വെച്ചിരിക്കായിരുന്നു. ചേട്ടാ ചേട്ടൻ ഫ്യൂസ് കുത്ത്. അപ്പോഴേക്കും ഞാൻ പോയി വണ്ടി തിരിച്ചിട്ട് വരാം. നമുക്ക് ഇവിടെ വേഗം വാ. എടോ താൻ പ്ലഗ് ഇട്ടതും ഈ നാട് മുഴുവൻ കറണ്ട് പോയി. ഇനി നീ പോയിട്ട് വീണ്ടും ഇതുപോലെ സംഭവിച്ചാൽ മലയപ്പൻ ആര് സമാധാനം പറയും? അതുകൊണ്ട് മലയപ്പം വരുന്നവരെ താൻ ഇവിടെ തന്നെ നിൽക്കണം. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. എനിക്ക് രാത്രി ഇവിടുന്ന് പോയേ പറ്റുള്ളൂ. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പറയുമ്പോ എനിക്ക് തന്നെ പറഞ്ഞു വിടാൻ പറ്റുമോ? താനൊന്ന് ക്ഷമയോടിരുന്ന എല്ലാം തീർത്ത് അറിഞ്ഞോടെ ഞാൻ വരില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ കാരണം ഞാൻ കുടുങ്ങിയത് കണ്ടോ? താൻ പറയുന്ന കേട്ടാ ഞാനെന്തോ നിർബന്ധിച്ചതുപോലെ തോന്നുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു 500 രൂപയ്ക്ക് ആഗ്രഹിച്ചില്ലേ താൻ ഇവിടേക്ക് വന്നത്? ചേട്ടാ ദയവ് തന്നെ ഒന്ന് വിടുവോ? എനിക്ക് എടോ ഒന്ന് ക്ഷമയോടിരിക്ക്. ആ കിളവി ഒന്ന് പറഞ്ഞു വിടട്ടെ. ഞങ്ങളുടെ സാഹചര്യം താനൊന്ന് മനസ്സിലാക്ക്. താൻ ഇനി ഒന്നും പറയണ്ട. അങ്ങോട്ട് പറയുന്നു ഒന്ന് കേട്ടാ. നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ ഇരുന്നോ. എനിക്ക് രാവിലെ കല്യാണം ഔട്ടുണ്ട്. ഞാൻ പോവുക. എടാ ഒന്ന് നിക്കടാ ചേട്ടാ. അവൻ പോവാണെങ്കിൽ പോട്ടെ. താൻ ഞങ്ങളുടെ ചേട്ടാ എനിക്ക് IPL മാച്ച് കാണാൻ പോണം. എടോ ഇവിടെ ഒരു മരണം നടന്നപ്പോഴാണോ താൻ ക്രിക്കറ്റ് കളി കാണാൻ പോകുന്നത്? എല്ലാം നല്ല രീതിയിൽ ഒന്ന് കഴിഞ്ഞിട്ട് താൻ പോയാൽ മതി. അമ്മേ, അമ്മോ, ഐസ് വെട്ടി കൊണ്ടുവന്ന ഈ മോനെ കുറച്ചേരം ഇവിടെ ഒന്ന് ഇരിക്കട്ടെ. എന്താ ഐസ് വിൽക്കാൻ വന്ന ആളാണോ? ഐസ് വിൽക്കാൻ വന്നവനല്ല, ഐസ് പെട്ടി കൊണ്ടുവന്ന ആളാ. ഫോൺ നമ്പർ വാങ്ങിച്ചു വെച്ചോ, ഒരു ദിവസം ഉപകരിക്കും. ജീവനോടെ ഉള്ളപ്പോഴേ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അവള് ഭാഗ്യം ചെയ്തോളാ. മരിച്ച ശേഷവും മലയപ്പൻ അവൾ ഐസ് പെട്ടിയില് മഹാറാണിയെ പോലെ അല്ലേ വെച്ചിരിക്കുന്നത്. അത്രയ്ക്ക് വലിയ ആഗ്രഹമാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ പോയി കിടന്നു. ഞാൻ പോയി കഴിക്കാൻ വല്ല വാങ്ങിച്ചോണ്ട്. എനിക്ക് കഴിക്കാനൊന്നും വേണ്ട ഏട്ടാ. ഫോണിൽ ചാർജ് ഇല്ല. ചേട്ടനല്ലേ ഇവിടുത്തെ ഓൾ നോൾ. ഒരു ചാർജർ സംഘടിപ്പിച്ചു തരാൻ പറ്റുമോ? നിന്റെ ചാർജർ ഉണ്ട് മലയാസിന്റെ അടുത്താ. മലയാസിന്റെ അടുത്ത്. അത് ശരിയാ. ഇതാ നോക്ക്, ഇതോ ചാർജർ അവിടെ കാണും. അവിടെ പോയി കുത്തിക്കോ. എന്നാ ചേട്ടനെ ഒന്ന് എടുത്താന്നേ. എടോ അത് നമ്മുടെ സ്വന്തം വീട് പോലെയാ. താൻ അങ്ങോട്ട് പോയി കുത്തിക്കോ, മടിക്കാതെ. വാടാ കഴിക്കാൻ വല്ലതും കിട്ടുമെന്ന് നോക്കാം. താൻ പോയി എടുക്കണോ. ഇയാള് കുറച്ചേരം ഇവിടെ ഇരിക്കട്ടെ. അവനെ സംസാരിച്ച് കൊല്ലല്ലേ. ഞാൻ ഓഫാക്കിയതല്ല, തന്നെ തന്നെ ഓഫായതാ. എന്നെ ഈ കാട്ടിലിട്ട് കൊടുക്കണായിരുന്നോ? ഇവിടെയും അത്ര ശരിയല്ല. പോലീസുകാരെ അവന്റെ കെട്ടികളുടെ അടുത്ത് ബ്ലേഡ് കേസ് എഴുതി വാങ്ങിച്ചിട്ട് എന്റെ അടുത്തുനിന്ന് കാശ് കറന്നോണ്ടിരിക്കുക. എന്റെ അമ്മോ, എന്നിട്ട് കൂടെ വന്നവനും ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ് നിന്റെ പേരിലും കേസുണ്ട്. ഇപ്പൊ നീ ഇങ്ങോട്ട് വന്നാ നീയും കൊടുക്കും. നിന്റെ സമയം നല്ലതാ, അതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്താ അമ്മാവി പറയുന്നേ? അമ്മാവാ
കേൾക്കുന്നുണ്ടോ? ഹലോ. എടോ, ആരോട് ചോദിച്ചാ ചാർജർ എടുത്തേ? ഒരു സാധനം എടുക്കുമ്പോ ചോദിച്ചിട്ട് എടുക്കണോന്ന് അറിഞ്ഞൂടെ? ചാർജറോ? ചാർജർ എന്ന് ശരിക്കും പ്രൊണൗൺസ് ചെയ്യാൻ പോലും അറിയാത്തവളുടെ വായിൽ നിന്ന് കേട്ടില്ലേ? മനുഷ്യന്റെ എന്താ പറഞ്ഞേ? അമ്മച്ചിക്ക് എത്ര മക്കളാന്ന് ചോദിച്ചാ? ഈ പേടി നല്ലതാ. അമ്മോ പേടിച്ചേ. എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചതിന് ഉത്തരം പറയാതെ പോന്ന് കണ്ടില്ലേ? 6 മക്കളെ പെറ്റിട്ട് ഇപ്പൊ ഞാൻ അനാഥയാ. എടാ മോനെ, ഒന്ന് ചോദിച്ചാ ദേഷ്യപ്പെടുവോ നീയെ? ഇത്രയും നേരം ദേഷ്യപ്പെടാത്ത ഞാനാ ഇനി ദേഷ്യപ്പെടാൻ പോകുന്നത്. ആ പെട്ടി തണുപ്പാണോ അതോ ചൂടാണോ? ഇതിന്റെ പേര് ഐസ് പെട്ടിന്നാ. നമ്മുടെ നാട്ടില് പേരിനനുസരിച്ച പോലെ പ്രവർത്തിക്കുന്നവരിൽ ഇതും ഉൾപ്പെടും. ഈ ചൂടത്തെ അതിനകത്ത് നല്ല തണുപ്പായിരിക്കും. കണസം കൊടുക്കുമ്പോഴേ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ. പെട്ടിന്റെ അകത്ത് സാക്കങ്ങാനും അടിക്കോ? മരിച്ചുപോയ ആൾക്ക് ഷോക്ക് അടിച്ചാലെന്താ, തീ പിടിച്ചാലെന്താ? പണി പെട്ടെന്ന് കഴിഞ്ഞെന്നും പറഞ്ഞ് സന്തോഷിക്കല്ലേ വേണ്ടത്? അല്ല മോനെ, ഒരു സംശയം ചോദിച്ചെന്നേ ഉള്ളൂ. പൺപണ്ണ, ഇക്കൊല്ലം പിറന്നാളെപ്പോഴാ? കഴിഞ്ഞ കൊല്ലത്തെ ബിരിയാണിയുടെ പടം ഇപ്പോഴും ഉണ്ടെന്നേ. ഒന്ന് പോടാ പോവേ, മനുഷ്യനോട് തീ തിന്നോണ്ടിരിക്കുക. സേഠ്ജി സുഖം തന്നെയല്ലേ? അരേ വരൂ പൻപു സാർ, നാട്ടുകാർക്കൊക്കെ ഫിനാൻസ് ചെയ്ത ആളാ. എന്റെ മനസ്സിൽ കേൾക്കുമ്പോ തന്നെ വിഷമം വന്നു. ഒരു നാറിക്ക് പണം കൊടുത്തിട്ട് ജീവിതം തന്നെ നാറിപ്പോയി കിടക്കുക. ഞങ്ങളുടെ അടുത്ത് പൈസ ചോദിച്ച് ആര് വന്നാലും കൊടുക്കുന്ന പൈസക്ക് അനുസരിച്ചുള്ള സ്വർണമോ സ്ഥലമോ വാങ്ങിച്ചിട്ടേ ഞാൻ കാശ് കൊടുക്കുള്ളൂ. കാശ് കിട്ടിയില്ലെങ്കിലും അവന്റെ സാധനം നമ്മുടെ കയ്യിലാണല്ലോ. ഞങ്ങളുടെ അടുത്ത് പൈസ മേടിച്ച ആരുടെ പിറകെ ഞങ്ങൾ പോയില്ല. സാധനം നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് ഇങ്ങോട്ട് വന്നോളും. പക്ഷെ നിങ്ങളോ വെറും പേപ്പറിൽ സൈൻ മേടിച്ച് അവന്റെ പിറകെ തേരാ പര നടക്കും. വല്ല പ്രശ്നമായാലോ നിങ്ങളുടെ അടുത്ത് കൈയും കെട്ടി കാശ് മേടിച്ചവര് നിങ്ങളുടെ മുമ്പിൽ കൈ നീട്ടി സംസാരിക്കും. അതും നിങ്ങളുടെ ആൾക്കാരൊക്കെ. എന്റെ അമ്മോ, അവരുടെ അടുത്തൊന്നും ഒന്നും പറയാൻ പറ്റില്ല. വെറും പേപ്പറിന് എന്ത് മര്യാദയുള്ളത്? നീ തന്നെ പറ. എല്ലാം നഷ്ടപ്പെട്ട് കഷ്ടപ്പെടുന്നവന്റെ അടുത്തുനിന്ന് ഉള്ളതും കൂടി തട്ടിപ്പറിക്കുന്ന ശീലം എനിക്കില്ല. പണം മാത്രമല്ല, പണം ചോദിച്ചു വരുന്നവന്റെ മുഖവും ഞാൻ നോക്കാറുണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോ ഈ പണി കിട്ടിയത്. പലിശ കിട്ടില്ലെന്നോർത്ത് തല പുണ്ണാക്കൊന്നും വേണ്ട കേട്ടോ. എന്നാ ശരി സേഠ്ജി. അതെ, എല്ലാം നിന്റെ നല്ലതിനു വേണ്ടി പറഞ്ഞ ഒന്ന് മനസ്സിൽ വെക്കല്ലേ? മനസ്സിൽ വെച്ചാലെന്ത്, വെച്ചില്ലെങ്കിൽ എന്ത്. അതേ, നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതാ കഴിക്കേ. എടാ, എനിക്ക് IPL മാച്ച് കാണണം. സോണി മാക്സ് എവിടെയെങ്കിലും കിട്ടുമെന്ന് ചോദിച്ചു പറ. മാക്സ് എന്ന് വെച്ചാ കേട്ടോ, മാക്സ് എന്ന് വെച്ചാ മലയാളസിയെ അറിയോ? ഡാ ചെന്ന് മലയാളസിയെ കൂട്ടിക്കൊണ്ടുവാ. വാ ചേട്ടാ. ചേച്ചി, ചേട്ടൻ വിളിക്കുന്നു. മലയാളസി, ഈ ക്രിക്കറ്റ് കാണുന്ന എന്തോ ചേട്ടാ, ആ കണക്ക് ചാനലിന്റെ പേരെന്തോ പറഞ്ഞില്ലേ? എന്താ? എടാ, മാക്സും സയൻസും ഒന്നും അല്ല, അത് സോണി മാക്സാ. അത് പേ ചാനലാ. നമ്മുടെ നാട്ടിലൊന്നും കിട്ടില്ല. ഞങ്ങളുടെ നാട്ടിലെ കുട്ടികൾക്ക് ഭയങ്കര പേടിയാ. ആ പ്രേതത്തിലെ സിനിമ കാണുന്ന ചാനലല്ലേ, അവരിതൊന്നും കാണില്ലെന്നേ. എടാ, അത് പ്രേത സിനിമ കാണുന്ന ചാനലൊന്നും അല്ല, ക്രിക്കറ്റും ഫുട്ബോളൊക്കെ കാണുന്ന ചാനലാ. അതിന് വേറെ കാശ് കൊടുക്കണം. ഈ മണ്ടന്മാരെ കൊണ്ട് തോറ്റു. ചാർജും ഇല്ല, ചാനലും ഇല്ല. അയ്യോ, ഞാൻ ഇങ്ങനെ വന്ന് കുടുങ്ങിയല്ലോ. ഡാ, പത്രമെങ്കിലും കിട്ടുമോ? രാവിലെ 6:30 മണിക്ക് ആദ്യത്തെ ബസ്സിന് വന്നേക്കും. അപ്പൊ അടുത്ത ബസ് വൈകുന്നേരം 6:30 മണിക്ക്. അതിനുശേഷം ആകാശത്ത് ചന്ദ്രൻ വരും. ഹലോ, ഇന്നാ ചാർജർ രാവിലെ തരണം. ചാർജർ അല്ല, ചാർജർ. ചേട്ടാ, ചേട്ടാ. ഡാ ദിനേശേ, ബസ്സുകാരനെ മുത്തമ്മയുടെ കടന് മുമ്പ് പേപ്പർ എറിഞ്ഞിട്ട് പോകും. അത് താഴെ വീഴുമ്പോഴത്തേക്കും എടുത്തിട്ട് വന്നേക്ക്. ചേട്ടാ, വാ നമുക്ക് തൂറാൻ പോകാം. ഗൾഫിൽ പോകുന്ന പോലെ എത്ര ഉച്ചത്തിൽ പറയുന്നേ, ഒന്ന് പതുക്കെ പറയടാ. കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഒന്ന് പതുക്കെ വാ. ഇന്നലെ മുതൽ ചോദിക്കല്ലേ, അതുകൊണ്ടായി സ്പീഡ്. ഒന്ന് നിക്കടാ, പതുക്കെ വാ. എന്തിനാ അത്ര ധൃതി? അല്ല, ഇതെന്താ? വൈകുന്നേരത്തെ പത്രം. ഇവിടെ എത്തുമ്പോ രാവിലെ ആവും. അപ്പൊ രാവിലത്തെ പേപ്പർ അത് ഇവിടെ ഏത് കോളേജിലാ പഠിക്കുന്നേ? കോളേജോ? ഒന്ന് പോ ചേട്ടാ. മലയാളസി ഇവിടുത്തെ സ്കൂളിൽ ഇപ്പൊ +2 എത്തിയിട്ടേ ഉള്ളൂ. ഇപ്പൊ +2 പഠിക്കുന്നേ ഉള്ളൂ? അതേട്ടാ, കണക്കിൽ അവള് കണക്കാ. എല്ലാ കൊല്ലവും കണക്കിൽ മാത്രം 8 നിലയിൽ പൊട്ടും.
ഇക്കൊല്ലം കൊറോണ വന്നോണ്ട് ഗവൺമെന്റ് എല്ലാരും പാസ്സാക്കി വിട്ടില്ലേ, അങ്ങനെ +2 വന്നതാ. ഇവക്ക് നാണൊന്നുമില്ലടാ. അവളെന്തിനു നാണിക്കണം? ഡബ് മാഷിലും മ്യൂസിക് ആപ്പിലും അവളുടെ പ്രകടനം കണ്ടിട്ടേ നാടനെ അന്തം വിട്ട് നിൽക്കുക. ആരെ കണ്ടാലും ഡബ് മാഷ്. ഇത് കണ്ടോ, എന്റെ കൂടെ ഒരു ഡബ് മാഷ് ചെയ്തിട്ടുണ്ട്. കൊള്ളാലോടാ. എന്താടേ അയാൾക്ക് മലയിറച്ചിയുടെ വീഡിയോ കാണിച്ചോണ്ടിരിക്കുവാന്നോ? അനിയ, അവളും എന്റെ മോളും 1ാം ക്ലാസ് തൊട്ട് ഒന്നിച്ചു പഠിച്ചതാ. നന്നായിട്ട് പഠിക്കുന്ന കൊച്ചാ, പക്ഷെ കണക്കിൽ അത്ര പോരാ. എന്റെ മോൾ അതേ സ്കൂളിൽ ടീച്ചറായിട്ട് വന്നിട്ടും ഇവൾ ഇപ്പോഴും +2 പഠിച്ചോണ്ടിരിക്കുക ആ സ്കൂളിൽ. ഇവിടെ അമ്മൂമ്മയാന്നുണ്ടെങ്കിൽ ഇവക്ക് കണക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഇവിടെയുള്ള കണക്ക് സാറുമാർക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞാൽ അവരെ ചീത്ത വിളിച്ചോണ്ടിരിക്കുക. ചേച്ചി കണക്ക് മര്യാദയ്ക്ക് പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് എവിടെങ്കിലും കളക്ടറായി ഇരിക്കുമായിരുന്നു, അറിയോ? ഇവനായിരിക്കും അവിടുത്തെ തഹസിൽദാർ. എടാ, വല്ല 4 അക്ഷരം പഠിക്കാൻ നോക്ക്. ഒരെണ്ണത്തിന് മര്യാദയ്ക്ക് കണക്കൊന്നും അറിയത്തില്ല. അതേട്ടാ, ഞാനും കണക്കിൽ കണക്ക് അത്ര വലിയ കാര്യമൊന്നുമല്ല, സിമ്പിൾ ടെക്നിക്കാ. എന്തോന്നാടു സിമ്പിൾ ടെക്നിക് എന്ന്? തനിക്ക് കണക്കറിയാവോ? ചേട്ടാ, എനിക്ക് കണക്ക് മാത്രമേ അറിയൂ. ബാക്കി എല്ലാത്തിലും ഫെയിൽ ആയാലും കണക്കിൽ മാത്രം 100-ൽ 100. ചെങ്കത്തിൽ ഞാൻ കണക്ക് മാഷായിട്ടല്ലേ ജോലി ചെയ്തോണ്ടിരുന്നത്. നീ മലയരിശിക്ക് നേർ വിപരീതമാണല്ലോ. നിനക്ക് കണക്ക് മാത്രമേ അറിയത്തുള്ളൂ, അവക്കാണെങ്കിൽ കണക്കൊഴിച്ച് ബാക്കി എല്ലാം അറിയാം. എന്നാ മാറ്റി കൊടുക്കാനുള്ള തുണി. ഞാൻ മലയപ്പനെ വിളിക്കാൻ പോവാ. അവൻ നാളെ വന്നതിന് ശേഷം എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് തനിക്ക് ഇവിടുന്ന് പോവാം, മനസ്സിലായോ? അല്ല ശംഭു ചേട്ടാ, 2 സൈഡിലും വലിയ വലിയ മരങ്ങളൊക്കെ ആയിരുന്നല്ലോ, ഇപ്പൊ ഒന്നും കാണുന്നില്ല. ആ വലിയ കൊടുങ്കാറ്റ് വന്നപ്പോ എല്ലാം പിഴുതെറിഞ്ഞ് കളഞ്ഞില്ലേ? കൊടുങ്കാറ്റ് കൊണ്ടുപോയതാണോ അതോ ആ കൊടുംഭീകരൻ വരദരാജൻ MLA വന്ന് കൊണ്ടുപോയതാണോ? എടോ, താൻ ഇങ്ങനെ ആവശ്യമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞിട്ട് തിരിച്ച് സൗദിയിലേക്ക് അങ്ങ് കയറിപ്പോ. ഞങ്ങൾ ഇവിടെ ജീവിക്കേണ്ടവരാ, കഞ്ഞൂടി മുട്ടിക്കല്ലേ. ഇങ്ങനെയാണ് പോക്കെങ്കിലേ പോകെ പോകെ നമ്മുടെ ഈ നാട് ഒരു മരുഭൂമിയായി മാറും. സൗദിയിലുള്ളവന്മാരൊക്കെ ഒട്ടകത്തെ കൂട്ടിക്കൊണ്ടു ഇവിടെ നിന്ന് മേയ്ക്കുകയും ചെയ്യും. കാറിന്റെ സൗണ്ട് ആണല്ലോ കേൾക്കുന്നേ. ശരിയാണല്ലോ, വണ്ടി ആ വളവ് കഴിഞ്ഞല്ലോ. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ. ഇത്രയും ബന്ധുക്കാരൊക്കെ എനിക്കുണ്ടായിരുന്നു. സൗദിയിൽ ഒരു ദിവസം അവിടുത്തെ രാജാവ് എനിക്കൊരു വിരുന്ന് തന്നു. അപ്പോ അദ്ദേഹം എന്നോട് മരുഭൂമിയിൽ ഒരു പൊടി പോലും നിന്റെ കണ്ണിൽ വീടരുതെന്ന് പറഞ്ഞ് ഈ കണ്ണാടി എനിക്ക് സമ്മാനിച്ചു. ഈ കണ്ണാടി ഞാൻ അമ്മയ്ക്ക് സമർപ്പിച്ച് ഞാൻ എന്റെ ദുഃഖം ഇറക്കാൻ പോവാ. അവസാനം വരെ ഈ കണ്ണാടിയിൽ ആരും തൊട്ടുപോകരുത്, മനസ്സിലായോ? എന്താ അവസാനമായിട്ട് കണ്ണ് കാണേണ്ടവരെയൊക്കെ പോയിട്ട് കണ്ടിട്ട് വന്നേക്കേ. ഇങ്ങോട്ട് മാറ, ഇങ്ങോട്ട് മാറ. കേട്ടല്ലോ, ഈ കണ്ണാടിയിൽ ആരും തൊട്ടുപോയേക്കരുത്. അവൾ ഒട്ടും വിഷമിക്കാതെ പ്രണയിച്ച കാമുകന്റെ കൂടെ നൈറ്റിയും എടുത്തോണ്ട് ഓട്ടം പിടിച്ചു. എന്തൊരു നിശബ്ദം. എന്തായി നോക്കുന്നേ? എന്തോ ഒളിക്കുന്ന പോലെ ഉണ്ടല്ലോ. എന്താന്ന് പറ. ഒന്നുമില്ലാത്തോണ്ടാണ് ഈ പരിങ്ങുന്നത്. ചേട്ടാ, ഇവൻ കള്ളം പറയാട്ടാ. എപ്പം നോക്കിയാലും യൂട്യൂബിൽ ഇലക്കാൻ നിർത്തിയുടെ വീഡിയോ കണ്ടോണ്ടിരിക്കുക. ആണോടാ? ചുമ്മാ ഒരു ടൈം പാസ് ആട്ടാ. ടൈം പാസോ? ടൈം നല്ല രീതിയിൽ പാസ് ചെയ്യാൻ നോക്കടാ, എന്നാലും ജീവിതത്തിൽ ഒരു ദിവസം ബോസ് ആവാൻ കഴിയൂ. ബിഗ് ബോസ് ആണോ? ബിഗ് ബോസ് ആയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ജസ്റ്റ് പാസ് എങ്കിലും ആവാം. ഞാനും നന്നായിട്ട് പഠിക്കുന്ന ചേട്ടാ, പക്ഷെ ഈ കണക്ക് മാത്രം തലയിൽ കയറുന്നില്ലെന്നേ. കണക്ക് മാഷ് 9ാം ഗുണന പട്ടിക തെറ്റിച്ചു പറഞ്ഞതിനെ പുറത്താക്കി. അതിനുശേഷം ഞാൻ സ്കൂളിൽ പോകുന്നത് നിർത്തി. നിന്റെ മാഷ് വെച്ച് 9ാം ഗുണന പട്ടിക ഞാൻ എളുപ്പത്തിൽ പറഞ്ഞേറ്റെ. 9നെ 3 കൊണ്ട് ഗുണനം ചെയ്യാം. 3 എടുത്തോ. 3 1 കുറച്ചോ. ഇപ്പൊ 2 ഉണ്ട്. 9ല് 2 കുറഞ്ഞാ എത്രയാ? 7. അതിനടുത്ത് 7 വെച്ചാ 27. 9 3 അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാടാ. ചേട്ടനിത് എവിടുന്ന് പഠിച്ചതാ? വളരെ എളുപ്പമാണല്ലോ. എല്ലാം യൂട്യൂബിൽ നിന്ന് പഠിച്ചതാ. യൂട്യൂബിലോ? അതേടാ. ഈ ഇലക്കിയ അലക്കിയ എന്നൊക്കെ നോക്കുന്നതിന് പകരം കണക്കുമായി ബന്ധപ്പെട്ട് തെരഞ്ഞാലേ 1000കണക്കിന് വീഡിയോസ് ഉണ്ടാവും. ശരിയാണല്ലോ. ഇങ്ങനെയും ഇത് ഉപയോഗിക്കാം. പിടിക്കേ ചേട്ടാ, ഞാൻ ഇവിടേക്ക് വന്നിട്ട് 3 ദിവസമായി. ഇപ്പൊ ആ സൗദിക്കാരൻ എത്തിയില്ലേ, ബോഡി ഒന്ന് പെട്ടെന്ന് എടുത്താൽ എനിക്ക് വേഗം പോവായിരുന്നു. ഒന്ന് ക്ഷമിക്കടോ, താനും കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. 2 ദിവസമായിട്ടുള്ള ഓട്ടോ. നെഞ്ചിനകത്ത് ഗ്യാസും കയറി. ഒരു സോഡ കുടിച്ചിട്ട് പോവാം. അമ്മച്ചിയേ, ഒരു തണുത്ത സോഡ ഉണ്ടാക്കിട്ടാ. സോഡയൊക്കെ ഉണ്ട്, പക്ഷെ തണുപ്പില്ല. അതെന്ത് പറ്റി? എന്റെ ഭർത്താവ് ഉള്ളപ്പോ വാങ്ങിയ ബ്രിഡ്ജാ, അതിനും വയസ്സാവല്ലേ. ഇവിടെ ഉള്ള ആകെ ഒരു കട ഇതാ. എന്റെ അമ്മച്ചി പുതിയൊരു ഫ്രിഡ്ജ് വാങ്ങിച്ചു വെക്കരുതോ? ആടോ, നമുക്ക് നടക്കുന്ന കച്ചവടത്തിന് ഞാൻ എന്ത് വിറ്റിട്ടാ ഫ്രിഡ്ജ് വാങ്ങാ? മുത്തമ്മയുടെ കട പേര് സിഗരറ്റ് വെച്ചോടാ. ഓ, എന്തോന്ന് സിഗരറ്റോ? അല്ലേ ഏട്ടാ, ഇവിടെ ഉണ്ടായിരുന്നിടം വരെ സിഗരറ്റ് ഒന്നും വലിക്കില്ലായിരുന്നല്ലോ. വലിക്കുന്നവരെ എടുത്തിട്ട് ഇടിക്കുന്ന ആളല്ലേ. ഇപ്പൊ അമ്മ ചത്ത് കിടക്കുമ്പോ വീണ്ടും സിഗരറ്റ് വലിക്കാൻ തുടങ്ങിയ എന്താ ചെയ്യാ? അല്ലേടാ? പിന്നെയും വലിച്ചു തുടങ്ങി. വലിക്കുന്ന കാര്യത്തിൽ ഞാൻ പണ്ടേ മോശമൊന്നുമല്ല. ഒരു ദിവസം ഞാൻ വലിക്കുന്ന കണ്ടപ്പോ അമ്മ എന്നെ ചൂലും കെട്ടും കൊണ്ടടിച്ചു. ഓ,
അന്നായിരിക്കുമല്ലേ ഇനി സിഗരറ്റ് വലിക്കില്ല എന്ന് അമ്മയ്ക്ക് സത്യം ചെയ്തു കൊടുത്തത്. ആ അതെ, ഇനി നീ സിഗരറ്റ് കളിക്കുന്ന കണ്ടാ ഞാൻ ചത്ത കളയെന്ന് പറഞ്ഞ അമ്മ സത്യം ചെയ്യിച്ചു. ആഹാ. വാക്ക് ഞാൻ തെറ്റിച്ചില്ല, വാക്ക് എരിച്ചു കിടക്കുന്ന ആ തള്ളയാ. ഡാ പോയി വാങ്ങിച്ചോടാ. ദാ, 2 എണ്ണം വാങ്ങിച്ചു. എന്ത് രണ്ടോ? ഞാൻ ഒരെണ്ണല്ലേ ചോദിച്ചേ. ഒരു സേഫ്റ്റിക്ക് ഇരിക്കട്ടെ. ആർക്ക്? നിനക്ക് തന്നെ ഏട്ടാ. ചുമ്മാ വീട്ടിലേ, ഒന്ന് നിന്നേ. ഒരു ഇയാളാ ആ ഫ്രീസർ ബോക്സ് എടുത്തോണ്ട് വന്നത്. ഹലോ, ഇയാള് വന്നിട്ട് 2-3 ദിവസമായി. അമ്മയുടെ ബോഡി എപ്പോ എടുക്കുമെന്ന് അറിഞ്ഞായിരുന്നേ ഇയാളെ തിരിച്ച് പറഞ്ഞയക്കായിരുന്നു. വരൂ. നിന്റെ കഷ്ടപ്പാടൊക്കെ എനിക്ക് മനസ്സിലായി. എന്റെ അമ്മയുടെ അവസാന കാലത്ത് ഞാൻ തന്നെ നോക്കേണ്ടതായിരുന്നു. സാഹചര്യം അനുവദിച്ചില്ല, അത് എന്റെ ഭാഗത്ത് തെറ്റാ. എങ്ങനെയോ വന്നു കണ്ടു എടുത്തടക്കുന്നതല്ലാതെ ഇന്നൊരു ദിവസം മുഴുവനും എനിക്ക് എന്റെ അമ്മയുടെ കൂടെ ഇരിക്കണം. ഒരു മകൻ എന്ന നിലയ്ക്ക് ഞാൻ എന്റെ അമ്മയ്ക്ക് ഒരിക്കലും ഒരു കുളിർമ കൊടുത്തിട്ടില്ല. ഇന്ന് ഒരു ദിവസമെങ്കിലും എന്റെ അമ്മയൊന്ന് കുളിർന്നോട്ടെ. നിനക്ക് എത്ര അതൊന്നും വേണ്ടേ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നീ അവിടെ ഇരിക്കേ, എല്ലാം ഞാൻ നോക്കിക്കോളാം, പേടിക്കണ്ട. ഞാനില്ലേ. ആ ഇരിക്കുന്നേ. ചേട്ടോ, എന്തോ ഒടിച്ചു മടക്കി കൊണ്ടുവരുന്നുണ്ടല്ലോ. ഓ, അറ്റാക്ക് പാണ്ടി എത്തിന്ന് തോന്നുന്നു. അപ്പൊ ഇതാണോ അറ്റാക്ക് പാണ്ടി? എന്തോന്നാടോ അറ്റാക്ക് പാണ്ടി എന്ന് വെച്ചാൽ വലിയൊരു ഭീകര രൂപന്ന് കരുതിയോ? അവനാള് സ്ട്രോങ് ഒക്കെ ആയിരുന്നു. 6 മാസത്തിന് മുമ്പ് അവനൊരു അറ്റാക്ക് വന്നു. അന്ന് തൊട്ട് ഇയാൾ ഈ അവസ്ഥയിലാണ്. നാട്ടിലൊരു 5-6 പാണ്ടിമാരുള്ളതുകൊണ്ട് ഇവന്റെ പേര് ഞങ്ങൾ അറ്റാക്ക് പാണ്ടി എന്ന് വെച്ചു. കണ്ടില്ലേ എന്റെ ഏട്ടൻ കുടിച്ചു കുടിച്ച് ചെയ്ത് വരുവായെന്ന്. ഇല്ല മലയപ്പ, ഞങ്ങള് പണ്ടത്തെ പോലെ അങ്ങനെ കുടിക്കാറില്ല. അതെങ്ങനെ കുടിക്കാനാ? ഞാൻ കാശായിരുന്നെങ്കിൽ നിർത്തിയില്ലേ? ഉറപ്പായിട്ട് ഞങ്ങൾ നാളെ തൊട്ട് കുടി നിർത്തും. നീ കുടിച്ചില്ല, ഗവൺമെന്റിനാ നഷ്ടം. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യാൻ മലേ? അങ്ങനെ തന്നെ പറയും. കാരണം ഞാൻ സൗദിയിൽ നിന്ന് വന്നവനാ. അടങ്ങി നിൽക്കണം അവിടെ. ഈ നാട്ടിൽ കറങ്ങി നടന്നപ്പോ ഒരുത്തിനും എന്നെ വിലയില്ലായിരുന്നു. കാശുണ്ടെങ്കിലുണ്ടല്ലോ എല്ലാരും ഒന്ന് കുമ്പിട്ട്. അത് ചേട്ടാ, ഇപ്പൊ വന്നവർക്ക് നമ്മളെക്കാളും വലിയ സ്നേഹമാണല്ലോ നമ്മുടെ അമ്മയോട്. ആരത്? അത് ഈ തൊഴിലുറപ്പിന് പോകുന്ന പെണ്ണുങ്ങളാ. ഈ 100 ദിവസത്തെ ജോലിയുടെ ഭാഗമായിട്ടേ അവർക്ക് ഇന്ന് ഇവിടെ കരയുന്ന ജോലിയാ. ഇതിന് എത്ര കൊടുക്കുന്നത്? 300 രൂപയാ. പിന്നെ ഈ കമ്മീഷനൊക്കെ പോയി കയ്യിൽ ഒരു 200 രൂപ കിട്ടും. തലയൊന്നിന് 600 കൊടുക്കാം. മിണ്ടായിരിക്കാൻ പറ. അകത്തിന്ന് പറ. ഏയ്, എല്ലാരും കരച്ചിൽ നിർത്താൻ പറ. ഏയ്, കരയരുത്, എല്ലാരും നിർത്ത്. വേണ്ട. കണ്ടില്ലേ, പറഞ്ഞതും കരച്ചിൽ നിർത്തി. നോക്ക്, അവസാന കാലത്ത് എന്റെ അമ്മയുടെ മനസ്സെ ഞാൻ വിഷമിപ്പിച്ചു. ഇതിനുശേഷം എന്റെ അമ്മ എനിക്ക് കാണാനും പറ്റില്ല. അതുകൊണ്ട് ഈ ശവടക്ക് കല്യാണഘോഷം പോലെ നടത്തും. ആഹാ ചേട്ടാ, എന്താന്നോടു ഈ സാധനം ചേട്ടൻ എവിടുന്നാ വാങ്ങിച്ചോണ്ട് വന്നേ? എടാ, നമ്മുടെ മറ്റേ ബലരാമനില്ലേ, അവൻ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ നിന്ന് ജയിക്കുമ്പോ പൊട്ടിക്കാൻ വേണ്ടി വെച്ചിരുന്ന പടക്കോ. അവസാനം അവന് ഡെപ്പോസിറ്റ് പോലും കിട്ടിയില്ല. ശരി, വെറുതെ വെച്ചേക്കില്ല, താടാന്ന് ഞാൻ ചോദിച്ചാ അവൻ അന്യായ വില പറഞ്ഞു. ഞാൻ ന്യായ വിലക്ക് ഇങ്ങനെ വാങ്ങിച്ചോണ്ട് വന്നു. നിങ്ങൾ ഒരുത്തരം വിടില്ലല്ലേ? വെറുതെ കിടന്ന പടക്കോ അല്ലേ? അല്ല മുത്തശ്ശി, അവന്റെ അമ്മയുടെ മരണം തന്നെ ഇങ്ങനെ ഗംഭീരമായിട്ട് നടത്തുമ്പോ അവന്റെ അച്ഛന്റെ മരണം എങ്ങനെ നടത്തിയിട്ടുണ്ടാവും? അവന്റെ അച്ഛൻ മരിക്കുമ്പോ അവൻ ചെറിയ ചെക്കനായിരുന്നല്ലോ. അല്ല, അവന്റെ അച്ഛൻ എങ്ങനെയാ മരിച്ചത്? ഞാൻ എന്ത് പറയാനാ, ആട് മുട്ടിയാ മരിച്ചത്. എന്തോന്ന്, ആടുമുട്ടി മരിച്ചു പോയെന്നോ? അതെ അതെ, ഉത്സവം നടക്കുമ്പോ മൂക്കറ്റം കുടിച്ചിട്ട് തടിമെടുക്കുള്ള കാളയാണെന്ന് കരുതിക്കൊണ്ട് അമ്പലത്തിന് നേർന്ന ആടിന്റെ മീതെ പോയി വീണു. അത് തക്ക സമ്മാനവും കൊടുത്തു. കാള കുത്തി മരിച്ചിരുന്നെങ്കിൽ ഒരു അന്തസ് ഉണ്ടാവുമായിരുന്നു. ഭർത്താവ് ആടുമുട്ടി മരിച്ചല്ലോ എന്നുള്ള വിഷമത്തില് വീരമ്മ തളർന്നു പോയി. ചേട്ടാ, ഓരോന്ന് പൊട്ടിത്തെറിക്കുമ്പോഴും എന്റെ അപ്പന്റെ മുഖം അത് തെളിഞ്ഞിരുന്നു. എന്തോന്നോടു ഇവന്മാരോടൊക്കെ തനിക്കെന്താ ഇത്രയും ദേഷ്യം? താൻ എന്താ മിണ്ടാതിരിക്കുന്നേ? ആരോട്? ഇവന്മാരോ? ഇവന്മാരൊക്കെ കുടിച്ച് പണ്ടാരടങ്ങിയോണ്ടാണ് എന്റെ അമ്മ എത്തുപോയത്. ഇവന്മാര് കുടിച്ച കാരണം നിന്റെ അമ്മ മരിച്ചു പോയത്? എന്തൊക്കെയാ പറയുന്നത്? ഈ നാട്ടില് മരുന്നൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോ പുറത്തുനിന്ന് മരുന്ന് മേടിക്കാണ്ട് എല്ലാ മാസവും ഞാൻ കാശ് അയച്ചു കൊടുക്കുമായിരുന്നു. ആ കാശ് ഇവന്മാര് കള്ളു കുടിച്ചോണ്ടാ എന്റെ അമ്മ എത്തത്. നിങ്ങൾ രണ്ടുപേരെ എന്നെ കൺമുമ്പിൽ കണ്ടുവെക്കരുത്. പോടാ, പോയല്ലേ പറഞ്ഞത്. എന്ത് പണിയാടേ കാണിച്ചത്? പോയേട്ടാ, രണ്ടുപേരും പോയേ. അവൻ ഭയങ്കര ദേഷ്യത്തിലാ. ചെല്ല്. ഇപ്പൊ അമ്മയുടെ മുഖം വരുന്നു. ഓരോരുത്തന്മാര് വന്നോളൂ. നിക്കടാ, അവൻ നിങ്ങളോട് ഭയങ്കര ദേഷ്യത്തിലാ. നീയൊക്കെ ചെയ്ത പണിക്ക് അവൻ നിങ്ങളോട് മിണ്ടുന്നതേ വലിയ കാര്യമോ? എന്നാ, നിങ്ങൾക്ക് 2 ടോക്കൺ തരാം. ഇവിടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം നാളെ ഈ ടോക്കൺ കൊണ്ടുപോയി വെട്ടിക്കളിയുടെ കൊടുക്ക്. അവൻ നിങ്ങൾക്ക് ക്വാർട്ടർ, വാട്ടർ, സൈഡ് ഡിഷ് എന്ത് വേണേലും തരും. മനസ്സിലായോ? ചെല്ലടാ. ദാ വരുന്നു.
ഇങ്ങോട്ട് ഇരുന്നാട്ടെ. നിങ്ങൾ അങ്ങോട്ട് മാറി. എന്താ ഷൺമുഖ സാറേ, ആഘോഷമൊക്കെ അടിപൊളിയാണല്ലോ. സ്റ്റേഷനിൽ വന്ന് അറിയിക്കേണ്ട ഒരു മര്യാദയില്ലേ? മറ്റെല്ലാ കാര്യത്തിനും വരുന്നുണ്ടല്ലോ. ഇത് അറിഞ്ഞൂടെ? അവസാന നിമിഷം മരിച്ച ആളുടെ മോനൊരു ആഗ്രഹം, അതുകൊണ്ടാ ഇങ്ങനൊക്കെ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഫോർമാലിറ്റി മാത്രം. അനിയൻ സൗദിന്നാ വന്നെന്നൊക്കെ കേട്ടു. അതെ സാർ. ഈന്തപ്പഴത്തിന്റെ സീസൺ കഴിഞ്ഞു പോയി, അതാ ഞാൻ തിരിച്ചു വന്നേ. ചേട്ടാ, ഇവരതൊക്കെ ഫോർമാലിറ്റീസ് ചോദിക്കുന്നുണ്ട്, അതങ്ങ് തീർത്തു വിട്ടേക്കേ. അതെല്ലാം ഞാൻ നോക്കിക്കോളാം. കാശിന് വേണ്ടിയാ സാറിന്റെ ഫോൺ അടിക്കുന്നത്. സാറേ, DSP ലൈനിലുണ്ട്. സംസാരിക്കും സാർ. ആ സാറേ, ഇവിടെ അഴകുമല സെക്യൂരിറ്റി ഡ്യൂട്ടിയിലാ. ശരി സാർ, അങ്ങോട്ട് മാറി. ആയിക്കോട്ടെ, നന്ദി. ഷൺമുഖ സാർ, DSPയോട് സംസാരിച്ച് പ്രൊട്ടക്ഷൻ ഏർപ്പാടാക്കി. ശരി സാർ. നമ്മുടെ ആൾക്കാരുടെ 40 പേരുണ്ടാവും. ഷൺമുഖ ചേട്ടൻ എങ്ങനെയെങ്കിലും 1000 അടിച്ചു മാറ്റും. 40 അല്ല സാർ, 60 പേര് വേണമല്ലോ. നമ്മുടെ കൈ വല്ലതും തടയുമെന്ന് ചോദിച്ചേ. നോക്കാം സാറേ, പക്ഷെ ഷൺമുഖൻ സമ്മതിക്കും. ശരിയാ, ചുമ്മാ ചോദിച്ചു നോക്കടോ. അവസാന കർമ്മം ചെയ്യാൻ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ? അവസാന കർമ്മം ചെയ്യാൻ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ? അവസാന കർമ്മം ചെയ്യാൻ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ? നിന്റെ അമ്മയ്ക്ക് സർക്കാരിന്റെ ആദരവ് തരാൻ ഈ പോലീസുകാർ സമ്മതിച്ചില്ല. ഗൺ സല്യൂട്ട് തരാൻ ഒരു കൊക്കിനെ വെടിവെക്കുന്ന ആളെ ഏർപ്പാട് ചെയ്തു. അയാൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഒരു കാക്കയെ അങ്ങ് വെടിവെച്ചു. എന്തിനാ ഇതൊക്കെ? ഉന്നം തെറ്റിപ്പോയതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഒന്നും തെറ്റിയില്ല സാബി, അമീർ ഖാൻ ശരി. അയാൾ വണ്ടി അയക്കുന്നുണ്ടോ അതോ ഞങ്ങൾ വണ്ടി അയച്ച് നിന്നെ പറഞ്ഞു വിടണമെന്ന് ചോദിച്ചിട്ടോ? ചെല്ലേ. ശരിയേട്ടാ, തന്റെ ബില്ലിങ് ഇതാ. നീ വിഷമിക്കണ്ട. പറയടാ. അമ്മാവാ, ഇവിടുത്തെ ജോലിയെല്ലാം തീർന്നു. അമ്മാവൻ ഇങ്ങോട്ട് വരുന്നോ അതോ എന്നെ വണ്ടി കയറ്റി അയക്കണമെന്ന് ഷൺമുഖണ്ണൻ ചോദിച്ചായിരുന്നു. ഇവിടുത്തെ പ്രശ്നം ഇനിയും തീർന്നിട്ടില്ല. അമ്മാവാ, എന്റെ അമ്മ ഇന്നലെ ഫോൺ വിളിച്ച് എന്തൊക്കെ പറഞ്ഞെന്നറിയോ? നീ അവിടെ തന്നെ നിൽക്ക്, ഞാൻ കാലത്ത് അങ്ങോട്ട് വരുന്നുണ്ട്. ശരി, എന്താണെന്ന് വെച്ചാ ചെയ്യ. മലയപ്പാ, മോനെ മലയപ്പാ, മോനെ മലയപ്പാ. കറണ്ട് മൊത്തം പോയില്ലേ? അതന്നെ എല്ലായിടത്തെയും അവസ്ഥ. ഇതുകൊണ്ട് കാശുണ്ടാക്കാൻ പോകുന്ന ആരാ പറഞ്ഞേ? പിന്നെ ചേട്ടാ, ഇതെന്റെ അമ്മ കൂടിയിരുന്ന കോവില. ഈ കോവിൽ ഇവിടെ തന്നെ ഇരിക്കട്ടെ. എത്ര ഇതിന്റെ വിലയെന്ന് പറ, അതിന്റെ 10 മടങ്ങ് ഞാൻ തരാം. അല്ല, ഇത് വെച്ച് വല്ല ലാഭം ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നിങ്ങളിതിന് അമ്പലം ദൈവം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? ഇതിന് ഞാനിപ്പോ എന്ത് വില പറയാനാ? ഈ ബോക്സ് കൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് എനിക്കറിയാം. പക്ഷെ എന്തെങ്കിലും തന്നെ ഇത് മേടിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ഒരു സെക്കൻഡ് ഒന്ന് നിൽക്കാൻ പറയട്ടാ, ഞാനിപ്പോ വരാവേ. ഇപ്പൊ വരാം. പൻപേ, എല്ലാത്തിനും ഒരു വിലയുണ്ട്. അതുപോലെ ഇതിനും എന്താന്ന് വെച്ചാ പറ. ചേട്ടാ, ഇത് തന്നെ സെക്കൻഡ് ഹാൻഡ്. ഒരുത്തിന് പലിശയ്ക്ക് പണം കൊടുത്തതാ. അവന്റെ അടുത്തൊന്നും പലിശയും ഇല്ല, മുതലും ഇല്ല. പിന്നെ ഇത് എടുത്തോണ്ട് ഒന്ന് തൊഴിലാക്കി. എന്തെങ്കിലും ഒരു വില പറഞ്ഞ് കച്ചവടം നടത്താൻ നോക്ക്. സ്വാമി, പൊയ്ക്കോ, പോയി കുളിച്ചോ. ശരി ഏട്ടാ. ആ ചെല്ലേ. ഇത് വെച്ചോ, എന്നെ കൊണ്ട് കഴിയാവുന്ന ഒരു ചെറിയ തുക 1 ലക്ഷം ഉണ്ട്. അയ്യോ, ഇത് ഒത്തിരി കൂടുതലാ. എനിക്ക് 20,000 മതി. അവസരം കിട്ടുമ്പോ പറ്റിക്ക് നടക്കുന്ന പലരെയും പോലെ അല്ലാതെ സത്യം പറഞ്ഞല്ലോ. എന്നാ പിടിച്ചോ. പിടിക്കാനല്ലേ പറഞ്ഞത്? എനിക്ക് കാശൊന്നും വേണ്ട, ഒരു ചെറിയ സഹായം ചെയ്താൽ മതി. എന്ത് സഹായം? ഇങ്ങോട്ട് വാടാ. അറിഞ്ഞോ അറിയാതെ ബ്ലേഡ് തൊഴിൽ വന്ന് പെട്ടതാ. എന്റെ കൂടെ വന്നതിന്റെ പേരിൽ ഇവനെ ഒരു കള്ളക്കേസിൽ കുടുക്കിയിരിക്കുക. ഇപ്പൊ ഇവൻ എന്റെ കൂടെ വന്നാ ഇവനെ കേസിൽ നിന്ന് ഇത് മുഴുവൻ ചെലവാക്കേണ്ടി വരും. ദയവ് ചെയ്ത് നിങ്ങളുടെ കൈ തന്നെ വെച്ച് ഒരാഴ്ചത്തേക്ക് ഇവനെ ഇവിടെ നിർത്തുകയാണെങ്കിൽ വലിയ സഹായമായിരിക്കും. അമ്മാവാ, ഓൾറെഡി ഞാൻ ഇവിടെ 3 ദിവസമായിട്ട് പെടാപ്പാടുപെട്ടോണ്ടിരിക്കുക. ഇനി ഒരാഴ്ച കൂടെ താമസിക്കാനോ? അവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ഞാൻ നോക്കാം. അവിടെ പ്രശ്നമാണെന്ന് ഇയാൾ പറഞ്ഞല്ലോ. എന്താ ഒരാഴ്ച നിൽക്കാൻ പറ്റില്ലേ? ഇയാൾ പറയുന്നത് കേക്കടൂ. ഒരാഴ്ചത്തെ കാര്യമല്ലേ, ഞാൻ ഇവിടെ താമസിപ്പിച്ചോളാം. നിങ്ങൾ വയ്ക്കോ. വളരെ നന്ദിയുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ആയിക്കോട്ടെ ചേട്ടാ, ഞാൻ പറഞ്ഞു വന്നത്. പേടിക്കണ്ട, ഇരിക്കട്ടെ. എന്താടോ അവിടെ? അല്ല, ഇവിടെ നിൽക്കുമ്പോ ചെലവിന് എന്തെങ്കിലും കൊടുക്കണം. അവൻ ഇവിടെ ഒരാഴ്ച ആഹാരം കഴിച്ച് താമസിക്കാൻ താൻ കാശ് കൊടുത്തിട്ട് വേണോ? തനിക്കും 1008 പ്രശ്നങ്ങളുണ്ടല്ലോ. കാശിനൊന്നും ആവശ്യമില്ല. താൻ പോയിക്കോ, ഞാൻ നോക്കണം. പോവാനല്ലേ പറഞ്ഞേ? ചേട്ടാ, ചേട്ടൻ ഇത് ഇവിടെ നിന്ന് തന്നെ നോക്കണം. ഇന്റീരിയറോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. വീട് വല്ല പണിയാൻ പോകുന്നുണ്ടോ? വീടൊന്നുമല്ല. നാളെ എന്താ നടക്കാൻ പോകുന്നത് കണ്ടോ? എനിക്ക് അപ്പോഴേ അവന്മാരെ സംശയം ഉണ്ടായിരുന്നു. അവന്മാരെ കിട്ടിയാലല്ല നീ പറഞ്ഞാ ശരി. അവന്മാരെ തല്ലിക്കൊല്ലണം. അവന്മാരെ പിടിച്ചോണ്ട് വാ. അത് കേട്ടോ മലയപ്പാ, നീ ഇനി സൗദിയിലേക്ക് തിരിച്ചു പോകുന്നില്ലെന്ന് കേട്ടു. ഇവിടെ സ്ഥിരതാമസമാക്കുകയാണെങ്കിൽ വല്ല ബിസിനസ്സും ചെയ്തുകൂടെ? ബിസിനസ് ഒന്നും വേണ്ട ചേട്ടാ. ബിസിനസ് അല്ലെങ്കിൽ പിന്നെ നീ വേറെ എന്ത് ചെയ്യാൻ പോവാ? സൗദിയിൽ
ടെക്നോളജിയില് പച്ചക്കറികളൊക്കെ നന്നായിട്ട് വളരുന്നത് ഞാൻ കണ്ടു. ആ നാട്ടിലെ മണ്ണിനേക്കാളും നമ്മുടെ നാട്ടിലെ മണ്ണിന് നല്ല വളവാ. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒരു 4 ഏക്കർ വാങ്ങിച്ചു. അതിൽ കൃഷി ചെയ്യാന്നാ തീരുമാനിച്ചേ. അപ്പൊ നീയും ഈ പ്രകൃതി കൃഷിയൊക്കെ ചെയ്ത് ഓർഗാനിക് ഫാമിംഗ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോ ഇടാൻ പോവാണോ? അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? ഒരു ലൈക്കും കിട്ടിയില്ലെങ്കിലും പോസ്റ്റ് ഇടുന്നത് ഒരിക്കലും കൃഷിയാ. ഞാൻ നോർമലായിട്ടുള്ള കൃഷി. ഭാഗ്യമായി. നീയും അത് ചെയ്യാൻ പോവാണോ എന്ന് ഞാനങ്ങ് പേടിച്ചു. ആദ്യം 4 എരുമേ 3 പശുവിനെ വാങ്ങി. അവനെന്താ ഇങ്ങനെ ധൃതി പിടിച്ചു വരുന്നേ? എന്താടാ സൗദി? ശേഖറും ബാബുവും അമ്പലത്തിന്റെ ബന്നാരം പൊടിച്ചത് കൊണ്ടേ നാട്ടുകാർ തന്നെ കാണാൻ മറന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, അമ്പലത്തിന് വേണ്ടി സമുദായത്തിൽ എത്രയോ ആൾക്കാർ നല്ലത് ചെയ്യുന്നു. ഇതുപോലുള്ള 2 തെണ്ടികൾ മതിയല്ലോ അത് മൊത്തം നശിപ്പിച്ച് നാറാണക്കാലാക്കാനായിട്ട്. വൃത്തികിട്ടന്മാര്. അവന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമാണ്. നീ ഒരു കെട്ട് കാശ് കൊണ്ടുവന്ന് അങ്ങ് വഞ്ചിക്കത്ത് കിട്ടും. അത് നമ്മുടെ മലയപ്പന്റെ കാശല്ലേ എന്ന് പറഞ്ഞ അവന്മാരും എടുത്തു. എന്റെ കാശ് കൊണ്ടാണ് എല്ലാരും ആഘോഷിക്കുന്നതല്ലേ. മലയപ്പത്തി അവന്മാര് വഞ്ചി പഠിക്കുമ്പോ പൂജാരി എന്നെ എടുക്കായിരുന്നു. നിന്നെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ. ഞാനത് അറിഞ്ഞു. ഇനിയിപ്പോ എന്താ ചെയ്യുക? നാട്ടിൽ ഉത്സവമാവാറായി. അമ്പലത്തിലെ ഭണ്ണാരം തകർത്ത് മൊത്തം കാശും അവരെടുത്തോണ്ട് പോയി. പോലീസ് സ്റ്റേഷനിൽ പോണതിന് മുമ്പ് നിങ്ങളോട് ഒരു വാക്ക് ചോദിച്ചിട്ട് പോവാന്ന് കരുതി വന്നതാ. ആ തെമ്മാടികളുടെ പണി എപ്പോഴും ഇത് തന്നെയാണല്ലോ. അവന്മാരെ പിടിച്ച് അകത്താക്കിയാൽ അവരുടെ കുടുംബം പെരുവഴിയിലാകും. അത് തന്നെ ഞങ്ങൾ ആലോചിച്ചോണ്ടിരുന്നത്. ഇനി കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട. വഞ്ചിയിൽ എന്തുമാത്രം ഉണ്ടായിരുന്നോ അതിൽ കൂടുതൽ കാശ് ഞാൻ തരാം. ഈ ഒരു തവണ അവരോട് ക്ഷമിച്ചേക്കെ. അല്ല, ഇതിങ്ങനെ തുടർന്നാലേ ഇതിനൊക്കെ ഒരു അവസാനം വേണ്ടേ? വഞ്ചിയിൽ ഇനി കാശിടണ്ട. അമ്പലത്തിന് വരുമാനം വേണ്ടേ? ഗൂഗിൾ പേ, പേടിഎം ഡിജിറ്റൽ ഇന്ത്യ ആയിട്ട് മാറ്റാൻ പോവാ. ഡിജിറ്റൽ ഇന്ത്യ? അപ്പൊ എന്റെ ഗതി? നിങ്ങൾ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. നടക്ക്. അത് മതി. ഇടയ്ക്കിടയ്ക്ക് വാ. ഐഡിയ മലയരസി സൂക്ഷിച്ചു പോ. ആ മുക്കില് പൂവാലന്മാരുടെ ശല്യം ഉണ്ടാവും. നോക്കിപ്പോ. അല്ല ചിറ്റേ, ആ പൂവാലന്മാരുടെ വലയിലല്ലേ ചിറ്റയും കുടുങ്ങിയത്? ആ വൃത്തികെട്ട കഥയൊക്കെ നിന്നോടും പറഞ്ഞോ? എടാ തിയേറ്ററിൽ എന്നെ സിനിമ കാണണം. കള്ള സീഡിയിലൊന്നും കാണാൻ പാടില്ല. അതേടാ, റിവിഷൻ ടെസ്റ്റ് ഉണ്ട്. എടാ നിങ്ങളെന്താ സ്കൂളിലേക്ക് പോവാത്തെ? പോണേട്ടാ, എനിക്കും കണക്ക് തലേ കയറില്ലെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ 2 ദിവസം ചേട്ടൻ പറഞ്ഞു തന്നല്ലോ. എനിക്കിപ്പോ നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ടാ ചേട്ടൻ ഉള്ളത് വരെ ചേട്ടന്റെ കയ്യിൽ നിന്ന് പഠിക്കാലോ എന്ന് വെച്ചാൽ ഞാൻ നോട്ടും കൊണ്ടാ വന്നിരിക്കുന്നേ. നോക്ക്, അവന്മാരൊരിക്കലും നന്നാവില്ല. പിന്നെ നിന്റെ ഇഷ്ടം. അല്ല ഏട്ടാ, അവൻ അവിടെ നിന്ന് എന്ത് ചെയ്യുക? പിള്ളേർക്ക് കണക്ക് പഠിപ്പിച്ചോണ്ടിരിക്കുക. അതേന്നെ, അവന്റെ നാട്ടിൽ അവൻ കണക്ക് ടീച്ചറായിട്ട് ജോലി ചെയ്യുക. പുള്ളിക്കാരൻ ടീച്ചർ? എന്താ മാഷേ പിള്ളേർക്ക് എന്താ പറഞ്ഞു കൊടുക്കുന്നത്? കണക്ക് വരാത്തോണ്ട് പിള്ളേർ സ്കൂളിൽ പോക്ക് നിർത്തിയെന്നാ പറഞ്ഞേ. എന്നെ കൊണ്ടാവുന്ന പറഞ്ഞു കൊടുക്കാന്ന് വിചാരിച്ചു. എങ്ങനെ മാങ്ങേറിഞ്ഞ് നടക്കല്ലേ മാഷേ? ഞാൻ പഠിക്കുന്ന കാലത്ത് ഇതുപോലൊരു മാഷ് എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ വലിയ നിലയിലെത്തിയേനെ. അതൊക്കെ പോട്ടെ, മാഷ് എവിടെയാ താമസിക്കുന്നത്? തിണ്ണേലോ? ഇവിടെ മഹാഭാവികളെ പാഠം പഠിപ്പിക്കുന്ന മാഷ് തിണ്ണലാണ് ഇവിടെ കിടത്തുന്നത്. മാഷേ, ഇനി മാഷ് തിണ്ണേ കിടക്കണ്ട. ഞാൻ വേറൊരു സ്ഥലം കാണിച്ചു തരാം. വാ മാഷേ. ഇനിയും മാങ്ങാ തിന്നാനാണ് ആഗ്രഹമെങ്കിൽ ഇപ്പൊ തന്നെ സ്ഥലം കാര്യം. നിങ്ങൾ നല്ലപോലെ പഠിച്ച് പാസ്സാകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൈസ് തരും. എന്ത് പ്രൈസ് ആട്ടാ? അത് സർപ്രൈസ്. എന്താണ് വേണി ചേച്ചി? പിള്ളേരൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ ഇങ്ങനെ പണിയെടുക്കുമ്പോ അവർക്ക് എന്ത് കുഴപ്പമുണ്ടാവാനാ? അവർ സുഖമായിരിക്കുന്നു. സൗദിയിൽ ഇരിക്കുമ്പോ വാങ്ങിച്ച സ്ഥലവാ. ഇപ്പൊ നല്ല വിളവ് കിട്ടുന്നുണ്ട്. ആരാണ് ഇട്ടോണ്ട് പോകുന്ന അറിയില്ല. ഒരു ദിവസം പിടിക്കില്ല. നോക്കിയോ, ഇത്രയും നല്ല സ്ഥലം വിട്ടിട്ടാണോ ആ മരുഭൂമി ചെന്ന് കഷ്ടപ്പെടുന്നേ? നല്ല സ്ഥലമൊക്കെ തന്നെയാ, പക്ഷെ ജീവിക്കാൻ അനുവദിക്കില്ലല്ലോ. അതുകൊണ്ടാണ് മരുഭൂമിയിൽ ഒട്ടകത്തിനോട് സമാധാനമായിട്ട് കഴിഞ്ഞേ. മാഷേ, ആ കാണുന്ന വീടില്ലേ, അതിനകത്താണ് തേങ്ങയൊക്കെ ഇടുന്നത്. മാഷിനി ആ വീട്ടിലേക്ക് താമസിച്ചു. ഇവിടെ താമസിച്ച് പിള്ളേർക്ക് പാഠം പഠിപ്പിച്ചു കൊടുക്കാം. ഓക്കെ അല്ലേ? മാഷിന് സമയത്തിനുള്ള ആഹാരം മലയരശിയിലേക്ക് കൊടുത്തു വിട്ടേക്കാം. എന്ത് പറയുന്നു? ഈ ശങ്കരി, നിന്റെ മോള് മലയരസിയെ എത്രയും പെട്ടെന്ന് ആ മലയപ്പേട്ടന് കെട്ടിച്ചു കൊടുക്കാൻ നോക്ക്. അതന്നെയാടി ഞാനും ആലോചിച്ചോണ്ടിരിക്കുന്നത്. നീ ഇങ്ങനെ ആലോചിച്ചോണ്ട് നിന്നോ. ഇപ്പൊ തന്നെ അവനെ ഒന്നിനും കൊള്ളാത്ത തുക്കിടാപ്പെട്ടി 1 ലക്ഷം കൊടുത്താ വാങ്ങിയേ. അത് മാത്രമല്ല, ആ അമ്പലത്തിലെ ഭണ്ഡാരപ്പെട്ടിന്ന് മോഷണം പോയ കാശ് മുഴുവൻ ഇവൻ തരാൻ നേറ്റിരിക്കുക. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഈ സ്വത്തും ബന്ധമൊന്നും കൈവിട്ട് പോയാൽ തിരിച്ചു കിട്ടില്ല. അതുമല്ല, ആ മുത്തുമാരി ഇതുവരെ കല്യാണം കഴിക്കാതെ കറങ്ങി നടക്കുക. നീ പറയുന്നതൊക്കെ വാസ്തവം തന്നെയാ. പിന്നല്ലാതെ. എന്നാ ഞാനിതെങ്ങനെ അവനോട് പറയാ? അതിനൊക്കെ എന്റെ കയ്യിൽ സൂപ്പർ ഐഡിയ ഉണ്ട്. അതെന്താ ഐഡിയ? നോക്ക് മലയപ്പ, നിനക്ക് പ്രായമായി വരുമല്ലേ? മലയരസിയും ഇപ്പൊ പ്രായം കഴിഞ്ഞു നിക്കുക. എത്ര നാളെന്ന് വെച്ചാ എങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന്. വിവരമില്ല നിനക്ക്? പുഷ്പ പറഞ്ഞത് എന്റെ അടുത്തൊന്ന് വിളമ്പാൻ വന്നിരിക്കുകയാണോ? മലയരശി എന്നേക്കാൾ ഒരുപാട് ഇളയതാ. ഞാൻ എടുത്തു വളർത്തിയ കൊച്ച്. അവളെ ഞാൻ എങ്ങനെ കല്യാണം കഴിക്കുന്ന? ഏയ്, നിന്റെ മാമന്റെ ഒക്കത്തിരുന്ന് വളർന്നതാ ഞാൻ. എന്നെക്കാ 20 വയസ്സ് മൂത്തതാ. എന്നിട്ട് അയാളെ എന്നെ കിട്ടിയില്ലേ? അവൻ ജീവനോടുണ്ടായിരുന്നെങ്കിൽ ഞാൻ 2 കൊടുത്തേനെ. നോക്ക്, മലയരശിയെ നന്നായിട്ട് പഠിപ്പിക്കണം. ഒരു നല്ല വീട്ടിലേക്ക് കെട്ടിച്ചയക്കണം. മനസ്സിലായോ? അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കണക്ക് മാഷിനെ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. നിനക്കിതൊക്കെ ആരടി പറഞ്ഞു തരുന്നത്? ഏയ് പുഷ്പ, ഇതൊക്കെ നിന്റെ പണിയാണോ? എന്താ ഏട്ടാ ഇത്? എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? പിന്നെ അമ്മ ആഗ്രഹിച്ചതല്ലേ ഞാൻ അവളോട് പറഞ്ഞത്. എന്തോന്ന് ആഗ്രഹിച്ചു?
എന്ത് പറയാനാ, എപ്പം നോക്കിയാലും അമ്മയ്ക്ക് ചേട്ടനെ കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ആരോഗ്യം ഉണ്ടായിരുന്നവരെ ചേട്ടന്റെ കല്യാണം നടക്കണമെന്നും പറഞ്ഞ് ഓരോ വെള്ളിയാഴ്ചയും കാവില് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കായിരുന്നു. അങ്ങനെ പോയിരുന്നപ്പോ ഞാനും ഒരിക്കൽ അമ്മയുടെ കൂടെ പോയേ. അവിടെ തന്റെ കല്യാണം നടക്കാൻ വിളക്ക് കത്തിക്കാൻ വന്ന മുത്തുമാരിയെ കണ്ടപ്പോ അമ്മയ്ക്ക് ദേഹത്ത് കൂടിയിട്ടങ്ങ് തുള്ളാൻ തുടങ്ങി. ദേഹത്ത് കൂടിയെന്നോ? ആ, എന്നിട്ട് എന്താ പറഞ്ഞത്? മുത്തുമാരി, ഞാൻ നിന്നെ തെരഞ്ഞാ വന്നിരിക്കുന്നത്. എന്റെ മോനെ നീ വേണ്ടാന്ന് പറഞ്ഞില്ലേടി? ഈ ജന്മത്തില് നിനക്ക് കല്യാണം നടക്കില്ലടി. അന്നാ ദേവി ശപിച്ചതുകൊണ്ടാ ഏട്ടാ ഇന്ന് വരെ ആ മുത്തുമാരിയുടെ കല്യാണം നടക്കാത്തെ. അമ്മ അങ്ങനെ പറഞ്ഞോ? അത് മാത്രല്ല ഏട്ടാ, എന്റെ കൊച്ചുമോള് മലയരസിയെ ഇവളുടെ കൺമുമ്പി വെച്ച് തന്നെ എന്റെ മോന് കെട്ടിച്ചു കൊടുത്ത് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ IAS ആക്കുമെന്ന് ശബ്ദം എടുക്കുകയും ചെയ്തു. പാവം, അമ്മയുടെ ആഗ്രഹം നടക്കാനും പോകുന്നില്ല. എന്നാ അമ്മേ, അമ്മയുടെ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്? എടി, നീ പറഞ്ഞതൊക്കെ സത്യ. ഒരു കല്യാണം നടത്താൻ 1000 കള്ളം പറയാന്ന് നിയമത്തിലുണ്ട്. ഞാൻ 2 കള്ളമല്ലേ പറഞ്ഞുള്ളൂ. നോക്ക്, നീ ഇതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. ഇങ്ങനെയൊക്കെ ചെയ്താലേ അവനെ വളയ്ക്കാൻ പറ്റൂ. അവളുടെ ഭാവി വെച്ചാണ് കളിക്കുന്നത്. അവളുടെ ചേട്ടൻ ചെയ്ത തെറ്റിന് അവളെന്ത് പഠിച്ചു? അവള് പാവം അമ്മേ. അവൾക്ക് കല്യാണം ഉണ്ടാവില്ലെന്ന് ശമിച്ചിരിക്കുന്നു. അമ്മയെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. നിക്ക്, ഞാൻ വരുന്നു, കാണിച്ചു തരാം. എങ്ങനെയുണ്ട്? ഞാൻ പോയിട്ട് വന്നിട്ട് നിനക്കുള്ളത് തരാം. നന്നായിട്ട് ചൂടാക്കണ. ചൂടായിട്ട് എന്നടാ പോകുന്നത്? എന്റെ മോന്തലോട്ട് തുപ്പേ. വന്നിട്ട് കുനിയാം. അവിടെ ഇരി. അമ്മേ, എന്റെ എല്ലേമ്മ ദേവി, മുത്തുമാരിയെ കിട്ടാത്തത് കൊണ്ട് അവൾക്ക് കല്യാണം നടക്കരുതെന്ന് എന്റെ അമ്മ ശപിച്ചിട്ട് പോയി. നീയും അങ്ങനൊന്നും ചെയ്തേക്കരുതേ അമ്മേ. എന്റെ അമ്മ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പി ചോദിക്കുക. ഞാൻ അവൾക്ക് ചേരില്ലമ്മേ. എങ്ങനെയെങ്കിലും മുത്തുമാരിക്ക് ഒരു നല്ല പയ്യനുമായിട്ട് കല്യാണം നടന്നാൽ നിനക്ക് ഞാൻ ഉഡിയാണം ചാർത്തിയേക്കാം. മുരുക, എടാ മുരുക, എന്തോന്നാടോ നിങ്ങളുടെ പരിപാടി കാണാന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ നിങ്ങൾ ഇവിടെ കൈയും കെട്ടിക്കൊണ്ടിരിക്കുവാണല്ലോ. അതൊന്നുമില്ല ഏട്ടാ, മലയപ്പൻ എന്തോ ടെൻഷനായിട്ടാ പോയത്. അവനെ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇരുന്നതാ. മലയപ്പൻ ടെൻഷനായിട്ടിരിക്കുന്നു. അവൻ എന്താ പറ്റിയത്? ഞാൻ എപ്പോഴും അമ്മയിലെ വിശ്വസിക്കുന്നത്. എടോ മലയപ്പാ, എന്തോന്നാടോ മുഖമൊക്കെ വാടിയിരിക്കുന്നത്? തനിക്ക് എന്തോ പറ്റി? എന്റെ അമ്മ ചെയ്ത കാര്യം കൊണ്ട് ഞാനിപ്പോ വല്ലാത്ത ടെൻഷനല്ല. നീ ഇങ്ങനെ ടെൻഷൻ ആവാൻ മാത്രം നിന്റെ അമ്മ എന്തോടാ ചെയ്തേ? ചേട്ടാ, മുത്തുമാരി എനിക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞ് ദേവിയുടെ അടുത്ത് അമ്മ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയിരിക്കുക. അതുകൊണ്ട് അവിടെ കല്യാണം നടക്കാത്തത്. ഞാൻ അവിടെ കല്യാണം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാ. ഇത്രയും വലിയൊരു കള്ളം ലോകത്ത് വേറെ ഒരാണും പറയില്ല. അത് ശരിയാ, ഒരു കള്ളവും പറയാത്ത പുഷ്പയാ പറഞ്ഞത്. ബെസ്റ്റ്. ഇങ്ങനെ നോക്കി, മുത്തുമാരിക്ക് പല ദിക്കിൽ നിന്നും നല്ല ആലോചനയൊക്കെ വന്നതാ. പക്ഷെ അവളാണെങ്കിൽ മലയപ്പനെ കെട്ടുമെന്ന് ഒറ്റ വാശി നിക്കുക. അത് മാത്രമല്ല, നിന്റെ ദീർഘായുസിന് വേണ്ടി എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ വന്ന് വിളക്ക് കത്തിക്കുന്നതായിട്ട് എന്റെ മോൾ എന്നോട് പറഞ്ഞു. വിളക്ക് വെക്കാറുണ്ടെന്നോ? പുഷ്പ പറയുന്നതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുവാടാ? മോനെ, തല ഇങ്ങനെ അങ്ങ് ചൊറിയാതടാ. എന്നാ എന്റെ കൂടെ ഞാനൊരു കാര്യം കാണിച്ചു തരാം. വാ, ഇതാ നോക്കി, അവന് ടെൻഷൻ ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ എഴുന്നേറ്റ് കളിക്കാൻ നോക്ക്. അയാൾ ഇതുവഴി പോയപ്പോ ഞാനൊന്ന് തുപ്പിയായിരുന്നു. എന്താ പറഞ്ഞേ? അയാള് പോകുമ്പോ ഞാൻ തുപ്പിയായിരുന്നെന്ന്. അതല്ല, അപ്പൊ തന്നെ ഇയാൾ തുടച്ചു കളഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എഴുന്നേറ്റ് ഡാൻസ് കളിക്കേ. മലയർസി, നിന്റെ മാമനെവിടെയാ? ചേട്ടന്റെ അപ്പുറത്തുണ്ടാവും. എന്താ കാര്യം? ഒന്നുമില്ല, ആ രാക്കായിക്കളവി മരിച്ചില്ലേ, അവരുടെ മകൻ വരുന്നവരെ ആ ബോഡി ഭദ്രമായിട്ട് സൂക്ഷിക്കണം. എവിടെ തെരഞ്ഞിട്ട് ഐസും പെട്ടി കിട്ടുന്നില്ല. നിന്റെ മാമന്റെ ഒരു ഐസ് പെട്ടി ഇരിക്കുന്നില്ലേ, ചോദിച്ചിട്ട് പോവാന്ന് പറഞ്ഞു വന്നതാ. ആ ഐസും പെട്ടി ചേട്ടൻ ദൈവത്തെ പോലെ കാണുന്നത്. അത് തരുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എന്തായാലും ചേട്ടനോട് ചോദിച്ചോളൂ. എന്നാ ശരി. ചേട്ടൻ വേറെ ആർക്ക് ഐസ് പെട്ടി കൊടുത്താലും ഈ കിളവിക്ക് കൊടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ചത്തുപോയ കിളവി ആരാന്നറിയോ? ഞങ്ങളുടെ മലയപ്പ ചേട്ടന്റെ എക്സിന്റെ മമ്മിയാ. ഏതാ, മുത്തുമാരിയോ? അവളുടെ ചേട്ടൻ ഖത്തറിലല്ലേ? നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടല്ലോ. ഞാനിപ്പോ വരാം. എന്താ ആ ബോക്സ് എന്റെ അമ്മ കൂടിയിരുന്ന കോവിലട്ടാ ഞാൻ കരുതുന്നത്. അതെങ്ങനെ തരുന്നു? അവിടെ പെട്ടി വാടകയ്ക്ക് കൊടുക്കുന്ന ആള് കൊള്ളപ്പലിശ കേസിൽ കുടുങ്ങിയിരിക്കുക. കടയാണെങ്കിൽ അടച്ചു കിടക്കുക. എല്ലാ പരിസരത്തും തപ്പിയതാ, എവിടെ തെരഞ്ഞിട്ട് ഐസ് പെട്ടി കിട്ടിയില്ലെന്നേ. നീ ഇതൊന്ന് സഹായിച്ച കൊള്ളായിരുന്നു. മനസ്സിലായി. എനിക്ക് കുറച്ച് സമയം എന്താ, ഞാനൊന്ന് ശ്രമിക്കട്ടെ. ഒന്ന് ആലോചിച്ച് ചെയ്യേ, ബോഡി താങ്ങില്ല. നിന്നെ വിശ്വസിച്ചാ വന്നിരിക്കുന്നേ. എന്നെ വിശ്വസിച്ച് വന്നിരിക്കുന്നു? എന്നെ വിശ്വസിച്ച് വന്ന സ്ഥിതിക്ക് 2 ഇളനീരിടാൻ പറയാം, കുടിച്ചിട്ട് പോയാ മതി. എന്താ മലയപ്പാ? മലയപ്പാ, ഇപ്പോഴാണോ പ്രതികാരം വീട്ടുക? എനിക്ക് മനസ്സിലായില്ല.
ചത്തുപോയത് ആരാന്ന് എനിക്ക് അറിയാം. പഴയ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ടല്ലേ നീ പെട്ടി തരില്ലെന്ന് പറഞ്ഞു. മാഷേ, അതെന്റെ അമ്മ ഇരിക്കുന്ന കോവിലായിട്ടാണ് ഞാൻ കരുതുന്നത്. സൗദി, നീ എന്ത് തന്നെ അത് കോയിലായി കരുതി തൊഴുതാലും അതൊരു സാധാരണ ഫ്രീസർ ബോക്സാ. 4 മാസം ഉപയോഗിച്ചില്ലെങ്കിൽ അതിനകത്തുള്ള കണ്ടൻസർ തുരുമ്പ് പിടിച്ച് ചീത്തയാവും. അതിലും ഭേദം ഇതുപോലെ ആർക്കെങ്കിലും കൊടുത്ത് സഹായിക്കാലോ. ചത്തുപോയി നിന്റെ അമ്മയ്ക്കെങ്കിലും പുണ്യം കിട്ടും. ആർക്കും ഇല്ലാത്ത ഓരോ മണ്ടത്തരങ്ങൾ കാണിച്ചുകൊണ്ട് പഴയ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചിട്ടാണ് നീ ആ കിളവിക്ക് പെട്ടി കൊടുക്കാത്തതെന്ന് നാട്ടുകാർ എല്ലാവരും പറയും. നാട്ടുകാർ പറഞ്ഞാലും ഇല്ലെങ്കിലും നീ പറയിപ്പിക്കും. അപ്പൊ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്ക്. കൊടുക്കാനാണോ പറയുന്നത്? അതെ, നീ വാ, നമുക്ക് ആലോചിക്കാതെ പെട്ടെന്ന് എന്തെങ്കിലും പോയി ചെയ്യാം. എന്റെ മാഷേ, നമുക്ക് രണ്ടുപേർക്കും കൂടി അത് കൊണ്ടുപോയി കൊടുത്തേക്കാം. എടുത്തോണ്ട് പോട്ടെ, പക്ഷെ അവളുടെ ചേട്ടൻ ബോക്സ് തൊടാൻ പാടില്ല. തൊട്ടാൽ അതോടെ തീർന്നു. ഇതിന്റെ അമ്മയുടെ ഫോട്ടോ തറ കിടക്കുന്നത്. മാഷേ, ബോക്സ് കാണുന്നില്ലല്ലോ. അയ്യോ ചേച്ചി, എടി ചേച്ചി. സൗദി, വാതിൽ പൂട്ടിയിരിക്കല്ലേ, പിന്നെ എങ്ങനെ ആളകത്തുണ്ടാവുക? വാ, നമുക്ക് അടുത്ത എവിടെയും പോയി ചോദിക്കാം. അയ്യോ, ഈ വീട്ടിലുള്ള പെണ്ണുങ്ങൾ എങ്ങോട്ട് പോയെന്ന് അറിയില്ലല്ലോ. എടാ പ്രഭാസേ, എടാ വീട്ടിലിരുന്ന് ഐസ് ബോക്സ് ആരെങ്കിലും എടുത്തിട്ട് പോകുന്നത് കണ്ടായിരുന്നു. അത് എന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. പോടാ. ഓ, വീട്ടിലെ പെണ്ണുങ്ങളെ പണിക്ക് അയച്ചിട്ടിരുന്ന് തായം കളിക്കുന്നുണ്ടോ? എടാ, വീട്ടിലിരുന്ന് ഐസ് ബോക്സ് ആരെങ്കിലും എടുത്തിട്ട് പോകുന്നുണ്ടായിരുന്നോ? ഐസ് വെട്ടി എടുത്തോണ്ടോ? അതേ അളിയാ, എല്ലാ പണിക്കൊന്നവര് ചെയ്യുന്നതാ. അവന്മാരല്ലേ ഇവിടെ പുതിയതായിട്ട് കയറിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ മോഷിക്കാൻ പുറത്തു നാളുകളുടെ കാര്യമുണ്ടോ? അത്രയും ബോധം ഉണ്ടെങ്കിൽ വായ അടച്ചു പോകും. എന്താ മാഷെ, സത്യം പറയുമ്പോ ഇവരൊന്നും ചൂടാവുന്നേ? നീ അതൊന്നും കാര്യമാക്കണം. നമുക്ക് പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം. സൗദി പോലീസുകാരെ പോലെ അല്ലല്ലോ ഇവര്. നമ്മുടെ നാട്ടിലെ പോലീസിനെ കുറിച്ച് നിനക്ക് അറിയില്ല. എത്ര വലിയ കേസാണെങ്കിലും അത് നിമിഷ നേരം കൊണ്ട് അവർ കണ്ടുപിടിക്കും. ഇതിനൊക്കെ അവർക്ക് 5 മിനിറ്റ് മതി. അതല്ലല്ലോ കാര്യം. മലയിൽ താഴോട്ട് ഇറങ്ങി 40 കിലോമീറ്റർ ഇല്ലേ? ബസ്സും ഇല്ല, എങ്ങനെ പോവുക? ഒരു സെക്കൻഡ് നിൽക്കുക, ഞാൻ വരുന്നേ. എടാ രഘുനാഥാ, ഒന്ന് നിന്നേ, നിർത്തിക്കേ. ദുബായിൽ നിന്ന് ഞാൻ കുപ്പി ഓടുന്നില്ലായിരുന്നു, അതെങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അതിന് പകരം വണ്ടി ഇങ്ങനെ ഇറങ്ങങ്ങോട്ട്. മാഷേ, വണ്ടി എടുക്ക്. അയ്യോ, ഏതാണോ ആ ബോക്സ് എടുത്തിട്ട് പോയത്? ഇവിടെ പോയി തപ്പും. 2 ദിവസം എനിക്ക് തരടാ. പെട്ടെന്ന് പോ. വാ മലയപ്പ, എന്താ കാര്യം? ഇരുന്നട്ടെ. വീട്ടിലിരുന്ന് ഐസ് പെട്ടി കാണുന്നില്ല സാറേ. എന്ത് ഐസ് പെട്ടി കാണുന്നില്ലോ? ശവത്തെ വെക്കുന്ന ഐസ് പെട്ടി തന്നെയാ. അത് വീട്ടിലുണ്ടായിരുന്നു, അതിനെ കാണുന്നില്ല. പെട്ടി മാത്രമാണോ കാണാതായത്, അതോ ശവത്തിനെയും കാണാതായത്? ബോഡി കത്തിച്ചിട്ട് പെട്ടിയെ ദൈവത്തെ പോലെ കരുതി വീട്ടിൽ വെച്ചിരിക്കുന്നു, അതിനെ കാണുന്നില്ല. സാധാരണ അമ്പലത്തിലെ വിഗ്രഹം കാണുന്നില്ല, ആഭരണം കാണുന്നില്ല എന്ന് പറഞ്ഞാ വരാറ്. നിങ്ങൾ അമ്പലം തന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞാണല്ലോ വന്നിരിക്കുന്നത്. ഇരിക്കേ, സാർ അകത്തുണ്ട്. അദ്ദേഹത്തോട് ഒരു വാക്ക് പറഞ്ഞിട്ട് വന്നേക്കാം. പോയിട്ട് സാറേ. ജനകീയ പോലീസ് മാത്രം ഇത് വിചാരിച്ചിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ. ജനങ്ങളോട് തീരുമാനിക്കണ്ടേ? അതെ ഷൺമുഖ, നല്ല തണുത്ത സോഡ ഉണ്ട്, എടുക്കട്ടെ? തണുത്ത സോഡ ഉണ്ടെന്നോ? തന്നെ. സോഡയ്ക്ക് നല്ല തണുപ്പുണ്ടല്ലോ. പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ചോ? ഞാൻ എവിടുന്ന് പുതിയത് വാങ്ങാനാ? ആ ശേഖരനും ബാബുവും ചുളുവിന് കിട്ടിയതാണ് 500 രൂപയ്ക്ക് ഒരു പുതിയ ഫ്രിഡ്ജ് വാങ്ങി കൊണ്ടെന്ന് വെച്ചിരിക്കുക. 500 രൂപയ്ക്ക് പുതിയ ഫ്രിഡ്ജോ? എവിടെ, ഒന്ന് കാണിച്ചേ. എന്താ ഷൺമുഖ, വയറിന് വല്ല അസുഖമുണ്ടോ? എന്താണോ മലയപ്പ, 50 പവൻ സ്വർണം കാണാതായ പോലെ സാധാരണയായിട്ട് പറയുന്നേ? പെട്ടിയാണ് കോപ്പാണെന്നൊക്കെ പറഞ്ഞപ്പോ ഞാനതോ സിനിമ പെട്ടിയാണെന്നാ കരുതിയേ. ഫ്രീസർ ബോക്സ് ആണ്, അത്ര എളുപ്പത്തിൽ വിടാൻ പറ്റില്ല. എന്താ സർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിന്നല്ലാതെ ഫ്രീസർ ബോക്സ് മിസ്സിംഗ് എന്ന് വെച്ചാൽ തമാശയാണെന്ന് കരുതിയോ? സൗദിയിൽ നിന്നൊക്കെ വന്ന ആളല്ലേ, കുറച്ച് വിവരം ഉണ്ടോന്ന് വിചാരിച്ചപ്പോ ഇത്തരമാണല്ലോ പറയുന്നേ. എടോ, ഞാനിതൊന്നും പറഞ്ഞു കൊടുത്തില്ലേ? ഇപ്പൊ വന്നാ നേരെ കൂട്ടിക്കൊണ്ട് വരുമോ? ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? അവനാണെങ്കിൽ ഫ്രീസർ കാണുന്നില്ല. ഇൻസ്പെക്ടറോട് സംസാരിച്ചോണ്ടിരിക്കും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞു വിളിക്കേ. 1 മിനിറ്റ്, ഞാൻ പറയുന്നൊന്ന് കേക്കടാ. ഒരാളെ കൊന്ന് പെട്ടിക്കകത്താക്കി സ്വിച്ച് ഇട്ടാലേ 6 വർഷത്തേക്ക് ബോഡി ചെയ്യില്ല, അതറിയോ? മോഷിച്ചോണ്ട് പോയവൻ അങ്ങനെ എന്തെങ്കിലും ചെയ്താ നിങ്ങൾ രണ്ടുപേരെ കൊടുക്കാൻ പോകുന്നേ. ഇതങ്ങനെ ഒന്നും വെറുതെ വിടാൻ പറ്റില്ല. സ്പെഷ്യൽ ഫോഴ്സിനെ വെച്ച് വേണം തിരയാൻ. കോൺസ്റ്റബിൾ, ഇവന്മാരോട് സംസാരിച്ചേ എന്താ ഏതാണെന്നൊക്കെ മനസ്സിലാക്കി വെക്കി. ഞാനത് പുറത്തു പോയിട്ട് ഇവന്മാരെന്തിനായിരിക്കും പോലീസ് സ്റ്റേഷനിൽ പോയത്?
സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ചു ചോദിക്കാം. സാറ് ഭയങ്കര സ്ട്രിക്റ്റാ. ഈ കംപ്ലൈന്റ് അടിസ്ഥാനത്തിൽ ഒരു സ്പെഷ്യൽ സ്ക്വാഡ് ഇട്ട് 3 ദിവസം കൊണ്ട് അക്യൂസ്റ്റിനെ പിടിക്കും. ഇപ്പൊ ഒരു 15,000 അഡ്വാൻസ് ആയിട്ട് തന്നിട്ട് പോ. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. 3 ദിവസമാവുന്നു. നോക്കാം. നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ 3 മണിക്കൂറിനകം തന്നെ കിട്ടും. ആ കാശെട്. ഇങ്ങോട്ട് എടുക്ക്. എന്താ ഷൺമുഖ പറ. അതെ, ഫ്രീസർ കാണുന്നില്ല എന്നും പറഞ്ഞ് വന്നിരിക്ക. ഇപ്പൊ സാറിനെ കണ്ടതേ ഉള്ളൂ. ആ, 1 മിനിറ്റ്. ഇതാ കൊടുക്കാം. ഇതാ നിങ്ങളുടെ നാട്ടിലെ ഷൺമുഖൻ ലൈനിലുണ്ട്. എന്തോ സംസാരിക്കണം. ചേട്ടാ, കഷ്ടപ്പെട്ട കാശൊക്കെ വെറുതെ പോവാണല്ലോ. ആ, എന്നാ ഇതിനകത്തോട്ട് കയറ്റി വെക്ക്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെയൊക്കെ അകത്ത് കയറ്റേണ്ടത്. ആ ശരി, ദേ വരാം. അതെ, പെട്ടി നാട്ടിൽ തന്നെ ഉണ്ടെന്ന്. എന്തിനാ പോലീസ് സ്റ്റേഷനിലോട്ട് പോയെന്ന് ഷൺമുഖേട്ടൻ ചൂടാവുക. ഞാൻ ദേ ഫോൺ കൊടുത്തിട്ട് വരാം. പെട്ടി നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നോ? ഒന്ന് അകത്തേക്ക് വാ, സാറ് വിളിക്കുന്നു. അയ്യോ, അവസാനം വിളിച്ചല്ലോ. എടോ ചേട്ടാ, ആ ശേഖറും ബാബു അത് എടുത്തോണ്ട് പോയിട്ടേ നമ്മുടെ മുത്തമ്മയുടെ കടയിലെ 500 രൂപയ്ക്ക് വിറ്റു. 500 രൂപയ്ക്ക് വിറ്റുന്നോ? അതേടോ, അതിൽ ആ കിളവി, പാല്, മോര്, തൈര് എല്ലാ സാധനവും വെച്ചിട്ടുണ്ട്. ഒരു സോഡ എടുത്ത് എന്റെ തന്നു, ഞാൻ അത് കുടിച്ച് ഛർദ്ദിച്ചു. അവിടെ 2 പേരും കാര്യം ഞാൻ നോക്കിക്കോളാം. ചേട്ടാ, ഒരു 500 കൊടുത്ത കിളവിടി നടന്ന് വാങ്ങിച്ചു വെച്ചേക്ക്. മുത്തുമാരുടെ വീട്ടിൽ കൊടുക്കാനുള്ളതാ. കേട്ടല്ലോ, ഞാൻ ഇപ്പൊ മാഷേ, വടിയെടുക്ക്. ഓ, പെട്ടെന്ന് വിട്. 2 പേരെ എനിക്ക് കുട്ടിക്കാലം മുതലേ പരിചയമുള്ളതാ. അങ്ങനെയുള്ള അവന്മാരെ ഈ തോന്നിയ ദിവസം കാണിക്കാവോ? എന്റെ കയ്യിലെങ്ങനെ കിട്ടിയാലുണ്ടല്ലോ. കിട്ടിയില്ലേ? ഒന്ന് വിടേണ്ട സൗദി. അത് ശരി, എന്റെ 15,000 പോയത്. സൗദി, നമുക്ക് ആ കേസ് ഒന്ന് വാപ്പസ് വാങ്ങിയിട്ട് കൊടുത്ത കാശ് തിരിച്ചു വെച്ച് നോക്കിയാലോ? എന്തിനാ മാഷേ? ആ പോലീസുകാരൻ അതിന് 25,000 രൂപ ചോദിക്കും. അയാൾ പണ്ട് കണ്ടക്ടർ ആയിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ചില്ലറ പിടിക്കൊണ്ടിരിക്കുന്നത്. ആ അതാ മലയപ്പനെത്തി. അത് സൂക്ഷിച്ചെടുക്കുക കേട്ടോ. വേഗം ഒന്ന് വേഗം എടുക്കണോ. ഒന്ന് വേഗം വാ, നമുക്ക് മുത്തുമാരിയുടെ വീട്ടിലേക്ക് കഥയൊക്കെ ഞാൻ പിന്നെ പറയാം. അവന്മാരെയൊക്കെ നമുക്ക് പിന്നെ കാണാം. ആദ്യം നമുക്ക് മുത്തുമാരിയുടെ വീട്ടിലോട്ട് പോവാം. അതെ, നോക്കി നടന്നു പോകും. അവിടെ കല്ലൊക്കെ ഉള്ളതാ, സൂക്ഷിച്ചു പോകും. നന്ദി മലയപ്പ. ചേച്ചി ആരാ വരുന്നേന്ന് നോക്കിയേ. சொன்னாலே என் உள்ளம் ஜாலி മാങ്ങയൊക്കെ അടിച്ചു മാറി തിന്നാലേ തൃപ്തിയാവുള്ളൂ. പക്ഷെ പുളിച്ചിട്ട് വയ്യ. മലയപ്പാ, എന്താടോ? വടിവേലിന് നിന്നെ ഒന്ന് കാണണത്രേ. തോട്ടത്തേക്ക് പറ്റേന്ന് ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു. വടിവേലിന്റെ പേര് കേൾക്കുമ്പോ തന്നെ കലിപ്പ. അവൻ പിന്നെ എങ്ങനെ ഇങ്ങോട്ട് വരും? അങ്ങനൊന്നും ഇല്ലെന്നേ. നീ അവന്റെ അമ്മയ്ക്ക് ഐസ് പെട്ടി കൊടുത്തപ്പോ തന്നെ അവന്റെ മനസ്സാകെ കുളിർന്നു പോയി. കുളിർന്നു പോയെന്നോ? എന്താ അവൻ ഇത്രയേറെ ഐസ് പെട്ടി കയറി കിടക്കായിരുന്നു? എന്റെ സൗദി, വടിവേൽ അവിടെ തന്നെ ഇരുന്നോട്ടെ. നമ്മൾ വേണം പോയി നോക്കാൻ. അതല്ലേ നമ്മുടെ ഒരു മര്യാദ. മാഷ് പറയുന്നതിൽ കാര്യം. അതും ശരി തന്നെയാ. വടിവേലും നല്ലവനൊക്കെ തന്നെയാ. ഞാനാണ് വലിയവരെന്ന് പറഞ്ഞുള്ള അവരുടെ നടപ്പാണ് പ്രശ്നം. മലയപ്പാ, അവനിപ്പോ നൊന്ത് പോയിരിക്കുക. അങ്ങനെ പറയുന്നത് ശരിയല്ല. നമുക്ക് പോയൊന്ന് നോക്കിട്ട് വരാം. ശരി, എന്തൊക്കെ പറഞ്ഞാലും ബന്ധമല്ലേ, വിട്ടുകളയാൻ പറ്റില്ല. ആ, മലയപ്പ വരും. നിങ്ങൾ ചെല്ല്. പോ, ഞാൻ വരാം. കാശൊക്കെ കൃത്യമായിട്ട് വേണം. മലയപ്പ വരുന്നുണ്ട്. വാ മലയപ്പ. നീ എന്താ മലയപ്പ? ഞാൻ എല്ലാം പറഞ്ഞു. എന്റെ അനിയത്തെ നിനക്ക് കെട്ടിച്ചേരലെന്ന് പറഞ്ഞ് കൊറേ അപമാനിച്ചതാ. പക്ഷെ അതൊന്നും മനസ്സിൽ വെക്കാതെ എന്റെ അമ്മയ്ക്ക് ഐസ് പെട്ടി തന്ന് നിന്റെ വലിയ മനസ്സ് നീ കാണിച്ചു തന്നു. നിനക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല. അവളാണെങ്കിൽ വേറെ ആരെയും കിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുക. അമ്മ ഉള്ളപ്പോ തന്നെ നിങ്ങളുടെ കല്യാണം നടത്തേണ്ടതായിരുന്നു. ഞാൻ വലിയൊരു തെറ്റാ ചെയ്തത്. ചേട്ടാ, കാര്യങ്ങളെല്ലാം ശരിയാവുന്ന മട്ടാ. ഇത് കറക്റ്റ് സമയം. മുത്തുമാരിയെ കെട്ടിച്ചു കൊടുക്കാൻ പറ. അങ്ങനെ ചെയ്യാല്ലേ? നിന്റെ കരയുന്ന മോന്ത എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അമ്മ ഇവിടെ വിട്ട് എങ്ങോട്ട് പോവാനാ? മരിച്ചു പോയാലും നിങ്ങളുടെ അമ്മ തന്നെയല്ലേ? 2 മാല എടുത്ത് ഇവരെ കഴുത്തിലിട്ട് കൊടുക്കും. ഈ സമയത്ത് ഞാൻ മാല എവിടെ സംഘടിപ്പിക്കാനാ? എന്തോന്നാടോ ഇത്? നിലവിളക്ക് വീട്ടിലുള്ളപ്പോ വിളിച്ചന്വേഷിച്ച് എന്തിനാ പുറത്തു പോകുന്നത്? മരണ വീട്ടിലാണോ മാലയ്ക്ക് ക്ഷാമം? അമ്മയും ദൈവം ഒന്ന് തന്നെയല്ലേ? അവിടെ നിർത്തി 2 മാല അങ്ങോട്ട്. ഷൺമുഖണ്ണം പറയുന്നത് ശരിയാ. അമ്മ അനുഗ്രഹിക്കുന്നതായി കരുതിയിട്ട് 2 മാല എടുത്തോണ്ട് വാ. ഒന്ന് എടുത്തോണ്ട് വേണ്ട ചേട്ടാ. മുത്തുമാരി, ഒരു ബന്ധമില്ലാത്ത ആളിനെ പോലെ അവിടെ നിന്നാ എങ്ങനെയാ? വെള്ളിയാഴ്ച പോയി വിളക്കെത്തിക്കുന്ന ആളാ. ഇപ്പൊ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നുണ്ടല്ലേ? ഇങ്ങോട്ട് വാ. അയ്യേ
അയ്യേ അയ്യേ നോക്കിക്കൊണ്ടിരിക്കുക. സൗദി എംബസിന്ന് രാജാവ് അയച്ചതാ. ഇത് നിങ്ങളുടെ കല്യാണത്തിനുള്ള രാജാവിന്റെ ഒരു സമ്മാനം. കണ്ടില്ലേ രാജാവിന് എന്നോട് എന്ത് സ്നേഹമാണ്. ഇത് 2 പേർക്കും 10 വർഷത്തേക്കുള്ള ഗോൾഡൻ വിസയാ. അല്ല നയൻതാരയ്ക്കും വിഘ്നേഷിനും കൊടുക്കേണ്ടത് എനിക്ക് തന്നെ ആയിരുന്നേ. നിങ്ങൾ വീണ്ടും സൗദി അറേബ്യയിലേക്ക് വരണമെന്ന് രാജാവ് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതെന്തിനാ? هو جمال ما في كلام ما في شرم مويه ولا حليب مرات تعبان حط اسم متماري वो حرك ما يحرك مني على طول നിങ്ങൾ അവിടെ നിന്ന് വന്നേ പിന്നെ നിങ്ങൾ പരിപാലിച്ചിരുന്ന ഒട്ടകവും ഞങ്ങളെല്ലാം പാല് പോലും കുടിക്കാതെ പട്ടിണി കിടക്കുക. അതെങ്ങനെ കുടിക്കും? മാത്രമല്ല നിങ്ങൾ മുത്തുമാരി എന്ന് പേരിട്ടൊരു ഒട്ടകം ഉണ്ടല്ലോ, അവിടെ നിന്ന് ഒരടി മാറിയിട്ടില്ല. ഒട്ടകത്തിന് മുത്തുമാരി എന്നാ പേരിട്ടിരിക്കുന്നത്. واجد مشكله كبير مشكله جمل بعد كلام هو كلام جمل مدرسي جمل ما اقدر كلام باكستاني. നീ ആ ഒട്ടകങ്ങളോട് നിന്റെ ഭാഷയിൽ സംസാരിച്ചതുകൊണ്ട് നിനക്ക് ശേഷം വന്ന പാകിസ്ഥാൻകാരന്റെ വാക്കൊന്നും അനുസരിക്കുന്നില്ല. അതിന്റെ ഭാഷയുടെ മഹിമയാ. എടി ഇതേ കണ്ടില്ലേ എന്റെ ഞാൻ ഒട്ടകം മേക്കാൻ സൗദിയിലേക്ക് പോയിട്ട് ഒരു 4 ഒട്ടകത്തിന് ഭാഷ പറഞ്ഞു അതുകൊണ്ട് ആ പാകിസ്ഥാൻകാരനെ നിന്റെ ഭാഷ പഠിപ്പിക്കുന്നതിലും ഭേദം നിന്നെ കുടുംബത്തോടെ അങ്ങോട്ട് കൊണ്ടുചെല്ലാനാണ് രാജാവ് ഉത്തരവിട്ടിരിക്കുന്നത്. നിങ്ങൾ വീണ്ടും സൗദിക്ക് വരികയാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷാവും. രാജാവ് ഇത്ര നിർബന്ധം പിടിച്ച് പറയുമ്പോ വരില്ല എന്ന് പറയുന്നത് ശരിയല്ല. ശരി ഞാൻ വരാമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞേക്കേ. ഓരോ മനുഷ്യരും മലയപ്പനെ പോലെ ആയ ഒട്ടകമുള്ളത് വരെ നമ്മുടെ ഭാഷയെ ആർക്കും നശിപ്പിക്കാനാവില്ല. ഭാഷയെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ലടാ. നീ ആദ്യം പോയി നാക്ക് ഓടിച്ചിട്ട് സംസാരിക്കാൻ നോക്ക്. എന്നാ മാറി ഇത് പിടിക്കേ. രാജാവിനോട് ഇന്ന് പറഞ്ഞേക്കേ മലയപ്പം വരുന്നു. നിങ്ങൾക്ക് നല്ലത് വരട്ടെ. മുരുകൻ കൂട്ടുണ്ടാവും, യേശു ക്രിസ്തു കൂട്ടുണ്ടാവും, അല്ലാവും കൂട്ടും. പിന്നെ അളിയ ഒരു ഫാമിലി സെൽഫി. 1 2 3. രാജാവിന്റെ ക്ഷണം സ്വീകരിച്ച മലയപ്പൻ വീണ്ടും ഒട്ടകങ്ങളെ ഭാഷ പഠിപ്പിക്കാനായി സൗദിയിലേക്ക് ചെന്നു. ഇപ്പൊ മലയപ്പൻ ഈ മരുഭൂമിയില് മുത്തുമാരി എന്ന് വിളിച്ചാൽ 2 പേര് തിരിഞ്ഞു നോക്കും. വേലുസ്വാമിയുടെ ഭാര്യ സുശീല കേസ് പിൻവലിച്ചതുകൊണ്ട് കൊള്ളപ്പലിശ കേസിൽ നിന്നും കുറ്റവിമുക്തനായ പൺപഴകൻ പലിശ പരിപാടിയെല്ലാം നിർത്തി വേലുസ്വാമിയുടെ കുടുംബത്തെ സംരക്ഷിച്ചുകൊണ്ട് സംഘത്തിൽ ഒരു ഹോൾസെയിൽ തക്കാളി ഏജന്റായി തന്റെ ജീവിതം നയിച്ചു കൊണ്ടുപോകുന്നു. അഴകുമലയിൽ തന്നെ താമസമർപ്പിച്ച തങ്കരാജ് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നത് കൂടാതെ മലയപ്പന്റെ കൃഷികളും നോക്കി നടത്തി. ഒരു ഭാഗത്ത് ഫ്രീസർ ബോക്സിന് ഫ്രീസർ എന്തെന്ന് പോലും അറിയാത്ത മലയോര ഗ്രാമത്തിന് ഒരു സൗജന്യ സേവനമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. മലയരസിക്ക് താൻ കണക്കിൽ വിജയിക്കുമെന്ന വിശ്വാസമുണ്ടായത് മാത്രമല്ല, കണക്കറിയാത്ത മറ്റു കുട്ടികൾക്ക് തനിക്കറിയാവുന്ന കണക്കെല്ലാം പഠിപ്പിക്കാനും ആരംഭിച്ചു. ഫ്രീസർ ബോക്സ് കൊടുക്കാൻ കീഴൂർ വരെ പോയിട്ട് വരാം. കണക്കിനെ പേടിച്ച് സ്കൂളിൽ പോവാതിരുന്ന മറ്റു കുട്ടികള് വീണ്ടും സ്കൂളിലേക്ക് പോവാൻ തുടങ്ങി. ഇങ്ങനെ കാലത്തിനനുസരിച്ച് എല്ലാം മാറിക്കൊണ്ടിരുന്നാലും ഒരിക്കലും ഞങ്ങളിൽ മാറ്റമുണ്ടാവില്ല എന്ന് കരുതുന്ന ഒരു വിഭാഗവും ആ നാട്ടിലുണ്ടായിരുന്നു. സാറേ മേലെ നോക്കിയേ,
എന്താ ഇത്? ഫ്രീസർ ബോക്സ് ആണ് സർ. അത് മനസ്സിലായി, പക്ഷെ ഇതേതാ? അന്ന് ഞങ്ങൾ കാണാതെ പോയെന്ന് കംപ്ലൈന്റ് തന്നില്ലേ, ആ ബോക്സ് ആണ് സർ. അതെങ്ങനെ ഇവിടെ? പിന്നല്ല, അത് അന്ന് തന്നെ ഞങ്ങൾക്ക് കിട്ടി സർ. കിട്ടിയതാണെന്നോ? എടോ കിട്ടിയെന്ന് ഉമ്മാര് തന്നെ കൊണ്ടകളയും, പിന്നെ ഉമ്മാര് തന്നെ കണ്ടുപിടിക്കും. നിങ്ങൾ കളഞ്ഞ് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാൻ ഇവിടെ പോലീസ് തന്നെ ഓർത്തായിരിക്കുക. ഞാനിവിടെ സ്പെഷ്യൽ സ്ക്വാഡിനെ നിയമിച്ച് പെട്ടിയും തപ്പിക്കൊണ്ടിരിക്കുമ്പോ റാസ്കൽ നീ അത് തലേ ചുമന്നു നടക്കുക. എടോ ആര് വണ്ടി കയറി? എടോ കേറാനല്ല പറഞ്ഞേ, മനസ്സിലാക്ക് സർ. സർ പ്ലീസ് സാറിന്റെ വണ്ടി ഫോളോ ചെയ്തോ. Quick, go!